ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇത്തവണ നമ്മൾ ചെയ്യുന്നത് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏകദേശം 25 ചോദ്യങ്ങളാണ് 2022 നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ടെൻഷൻ അടിക്കാതെ നമുക്കൊപ്പം കൂടുക. ഷുവറായിട്ടും ഈ വരുന്ന 10th പ്രിലിംസിൽ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കണം. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്ന കോൺഫിഡൻസോട് കൂടി വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഹൗ മെനി 4-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 5 ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്? അക്കങ്ങളൊന്നും ആവർത്തിക്കാതെ 1 2 3 4 5 എന്നിവ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സെയിം ചോദ്യം. എന്ത് ചെയ്യണോടാ? ഇരട്ട സംഖ്യ ആകണമെങ്കിൽ നമുക്കറിയാം ഒറ്റയുടെ സ്ഥാനത്ത് 2 4 6 8 0 ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. അപ്പോൾ നമുക്ക് 5 അക്കങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ? 1 2 3 4 5. ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ച് 4 അക്ക സംഖ്യ ഉണ്ടാക്കണം. ആ 4 അക്ക സംഖ്യ ഉണ്ടാക്കിയാൽ പോരാ, അതെന്തായിരിക്കണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇരട്ട സംഖ്യ ആകണമെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഒന്നുകിൽ 2നെ എടുക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ 4നെ എടുക്കണം. എവിടേക്ക്? ഒറ്റയുടെ സ്ഥാനത്തേക്ക്, അല്ലേ? ആ സംഖ്യയുടെ അവസാനം ഈ തന്നിരിക്കുന്ന അക്കങ്ങളിൽ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 വരണം. ഞാനിവിടെ 2നെ ആദ്യം പ്രതിഷ്ഠിച്ചു, ഫിക്സ് ചെയ്തു. ബാക്കി 3 അക്കങ്ങളെ നമുക്ക് ചേർക്കാം. 3 അക്കങ്ങളിൽ ഇവിടെ ഒന്നാമത്തെ ആള് 1000ന്റെ സ്ഥാനത്തുള്ള ആളുകൾ, അവിടെ ഇതിൽ നിന്ന് ഞാൻ 2നെ എടുത്തു, അല്ലേ? അപ്പോൾ 1000ന്റെ സ്ഥാനത്ത് ആരൊക്കെ വരാം? 1 വരാം, 3 വരാം, 4 വരാം, 5 വരാം. 4 ആളുകൾക്കും ഇവിടെ സാധ്യതയുണ്ട്. ഒന്നാമത്തെ അക്കമായി ഈ 4 ആളുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 1 എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇനി ഈ ഭാഗത്ത് 100ന്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള അക്കങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ 2 അക്കങ്ങൾ പോയി, അല്ലേ? ബാക്കി 3 അക്കങ്ങൾക്കേ എവിടെ സാധ്യതയുള്ളൂ? 100ന്റെ സ്ഥാനത്ത് വരാനുള്ള സാധ്യതയുള്ളൂ. ഒരക്കം കൂടി ഞാൻ വെട്ടിക്കളഞ്ഞു. എങ്കിൽ 10ന്റെ സ്ഥാനത്ത് എത്ര അക്കങ്ങൾ വരാം? 2 ആളുകൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ, ഇത് സാധ്യതകളാണ്, ഡിജിറ്റുകളായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 എന്ന് പറയുന്ന നമ്പറിനെ മാത്രമേ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. സോ ഇവിടെ ഒരാൾ മാത്രമേ വരുള്ളൂ, 2 മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയിൽ അവസാനം 2 വരുന്ന എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവരെ തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതി. 4 ഗുണം 3 ഗുണം 2 ഗുണം 1 ചെയ്താൽ 4 3 12, 12ന്റെ ഇരട്ടി 24. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 2 വന്നപ്പോൾ നമുക്ക് 24 4 അക്ക ഇരട്ട സംഖ്യകൾ കണ്ടെത്താൻ കഴിഞ്ഞു. എങ്കിൽ ഇനി ആരാ സാധ്യതയുള്ളത്? ഒറ്റയുടെ സ്ഥാനത്ത് 2 മാത്രമല്ലല്ലോ, ആരും കൂടി വരാം, 4 കൂടി വരാം. ഒറ്റയുടെ സ്ഥാനത്ത് 4 കൂടി വരാം. ബാക്കിയുള്ളവരെ നമുക്ക് ഈ 3 അക്കങ്ങളിലായിട്ട് നിർത്തിയാൽ മതി, അല്ലേ? അപ്പോൾ ഇവിടെ 1000ന്റെ സ്ഥാനത്ത് ഇതേ പരിപാടി തന്നെയായിരിക്കില്ലേ? 4 ആളുകൾക്കും ഈ 5 ആളുകളിൽ 4നെ ഞാൻ അവസാനം പ്രതിഷ്ഠിച്ചാൽ ബാക്കി വരുന്ന 4 ആളുകളും എവിടെ ഉണ്ടാകും? ബാക്കി വരുന്ന 4 ആളുകളും 1000ന്റെ സ്ഥാനത്ത് വരാം. ആര് വേണമെങ്കിലും വരാം. അതിലേതെങ്കിലും ഒരാളെ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 ആളുകളെ അടുത്തതിൽ വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം എന്താണ്? അക്കങ്ങൾ ആവർത്തിക്കരുത് എന്ന കണ്ടീഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ 2 ആളുകൾക്ക് ഇവിടെ സാധ്യതയുള്ളൂ. അതും കഴിഞ്ഞാൽ ഏറ്റവും അവസാനം 4 എന്ന് പറയുന്ന ഒരേ ഒരു അക്കമേ ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ തന്നെ കിട്ടില്ല. 4 ഗുണം 3 ഗുണം 2 ഗുണം 1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 24. അങ്ങനെ ടോട്ടൽ എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ എന്ന് ചോദിച്ചാൽ ഈ 24 തമ്മിൽ കൂട്ടുക. ഉത്തരം എത്രയാ? 24 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം റെഡി. എത്രയാടാ? 48. ഓപ്ഷൻ ഡി. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? n സംഖ്യകളുടെ ഗുണിതം 1155
ഈ n സംഖ്യകളുടെ ആകെത്തുക എന്ന് പറയുന്നത് 27. അങ്ങനെയാണെങ്കിൽ n-ന്റെ മൂല്യം കണ്ടെത്തുക. എന്താ ചോദ്യം മനസ്സിലായില്ലേ? എത്രയോ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ 1155 കിട്ടി. ആ സംഖ്യകൾ പരസ്പരം കൂട്ടിയപ്പോൾ 27 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര സംഖ്യകളാണ് അവിടെ ഗുണിച്ചത്, അല്ലെങ്കിൽ എത്ര സംഖ്യകൾ കൂട്ടിയപ്പോഴാണ് 27 കിട്ടിയത് എന്ന് കണ്ടെത്തണം. സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3, 4, 5, 6 കണ്ടെത്താം. നമ്മൾ കണ്ടെത്തുന്ന വഴി ഈ ചോദ്യത്തിൽ 1155 ഗുണനഫലം. നമ്മളതിനെ ഫാക്ടറൈസേഷൻ ചെയ്യും. ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതിനെ ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണ്. 1155 ചെറുതാക്കാം. എന്തുകൊണ്ട് ചെറുതാക്കാം? ആരെ വെച്ച് ചെറുതാക്കാം? യെസ്, ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 5. സോ ഉറപ്പായും 5 കൊണ്ട് ചെറുതാക്കാം. 5 കൊണ്ട് ചെറുതാക്കിയാൽ 11-ൽ 2 അഞ്ചുകൾ, 15-ൽ 3 അഞ്ചുകൾ, 5-ൽ 1 അഞ്ചുകൾ. 231 എന്തുകൊണ്ട് ചെറുതാക്കാം? നമ്മൾ ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 2, 3, 1 കൂട്ടിയപ്പോൾ നമുക്ക് 6 കിട്ടി. അത് 3-ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 കൊണ്ട് ചെറുതാക്കാം. 23-ൽ 7 മൂന്നുകൾ, 21-ലും 7 മൂന്നുകൾ. 77 എന്തുകൊണ്ട് ചെറുതാക്കാം? 77 7 കൊണ്ട് ചെറുതാക്കാം. 7-ൽ 11, 77-ൽ 7 11കളുണ്ട്. ഇനി 11-നെ ചെറുതാക്കണോ? പറ്റില്ല അല്ലേ? കാരണം 11 ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. നമ്മൾ അവിടെ നിർത്തി. എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? 5, 3, 7, 11 ഈ പറയുന്ന ആളുകളെ ഗുണിച്ചാൽ 1155 കിട്ടും. അപ്പോൾ n സംഖ്യകളുടെ ഗുണിതം 1155. ഇനി എന്താ, ഈ സംഖ്യകളൊക്കെ കൂടി കൂട്ടുമ്പോൾ 27 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 11ഉം 7ഉം 18, 3ഉം 21, 5ഉം 26. 26 കിട്ടുന്നുള്ളൂ, 27 കിട്ടുന്നില്ല. ഉത്തരം തെറ്റി എന്ന് വിചാരിച്ച് നിൽക്കണ്ട. എത്ര കുറവ്? 1 കുറവ് അല്ലേ? നമുക്കറിയാടാ, ഇത്രയും ഗുണിച്ചപ്പോൾ 1155. അതിനെ വീണ്ടും ഒരു 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരത്തിൽ മാറ്റം ഉണ്ടാകുമോ? ഇല്ല. ഈ ലോകത്തുള്ള ഏത് സംഖ്യേനെയും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ ഉത്തരാണ്. അപ്പോൾ നമുക്ക് 1 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവരൊക്കെ കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 27 കിട്ടിയില്ലേ? ഓക്കെ അല്ലടാ? സെറ്റ്. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. 27 ഓപ്ഷൻ. സോറി, എത്ര സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സംഖ്യകൾ? 1, 2, 3, 4, 5 സംഖ്യകൾ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. നമ്മളങ്ങനെ നേരെ മൂന്നാമത്തേതിലേക്ക് കടക്കുന്നു. എത്ര അവസാനിക്കുന്ന പൂജ്യങ്ങളാണ് 1 ഗുണം 2 ഗുണം 3 ഗുണം എക്സെട്ര ഗുണം 100-ലുള്ളത്? ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ് വായിക്കേണ്ടത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൽ എത്ര പൂജ്യങ്ങൾ? 10 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ എത്ര പൂജ്യങ്ങൾ എന്നാണ് ചോദ്യമെങ്കിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും? ഒരു പൂജ്യം വരണമെങ്കിൽ, ഉത്തരത്തിൻ്റെ അവസാനം ഒരു പൂജ്യം വരണമെങ്കിൽ അത് 10-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എത്ര പൂജ്യങ്ങളെന്ന്. അപ്പം എത്ര 10 കൊണ്ട് ഗുണിക്കാൻ പറ്റും? എത്ര 10കളുണ്ട് അതിൽ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു 10, ഈ 2ഉം 5ഉം ചേർന്നിട്ട് നമുക്ക് ഗുണിച്ച് 10 ഉണ്ടാക്കാം. ഇത് രണ്ടാമത്തെ 10കൾ. അപ്പോൾ എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും? 1 മുതൽ 10 വരെ ഗുണിച്ചാൽ 1 മുതൽ 10 വരെ ഗുണിച്ചാൽ അവിടെ 2 പൂജ്യങ്ങളായിരിക്കും ഉത്തരത്തിൻ്റെ അവസാനം ഉണ്ടാവുക. 2 പൂജ്യങ്ങൾ. എങ്കിൽ 1 മുതൽ 100 വരെ എത്ര 10കൾ, എത്ര 100കൾ, അല്ലെങ്കിൽ എത്ര 5കൾ, എത്ര 25കൾ, അങ്ങനെ നോക്കി നമുക്ക് സമയം കളയണ്ട. അതിനൊരു കുറുക്ക് വഴിയുണ്ട്, പിടിച്ചോ. ഓക്കെ, 1 മുതൽ 100 വരെയാണെങ്കിൽ നമ്മൾ ഈ 100-നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 100-നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 20. 20-നെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? കഴിയും. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെറുതാക്കും. 20-ൽ എത്ര 5കൾ എന്ന് നോക്കിയപ്പോൾ 4 5കൾ. അങ്ങനെ 1 മുതൽ 100 വരെ ഗുണിച്ചപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനം ആകെ 20ഉം 4ഉം 24 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും.
24 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിലൊക്കെ ഒരു 9 കൂട്ടി വിട്ടാൽ മതി. ചോദിച്ചിട്ടില്ല ഇതുവരെ, എങ്കിലും ഒരു വഴിക്ക് പോകല്ലേ, സാധനം കയ്യിലിരുന്നോട്ടെ. 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ 24 എഴുതും, ഒരു 9 ഇടും. ഒരു 24 എഴുതും, ഒരു 9 ഇടും. ഓക്കെ. 1 മുതൽ 10,000 വരെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ 24 എഴുതും. ഇവിടെ എത്ര പൂജ്യം ഉണ്ടടാ? 4 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ എത്ര പൂജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ 4 അക്കങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ 24 നമ്മൾ മൈൻഡിൽ സെറ്റാക്കി, ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ 9 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എങ്കിൽ 1 മുതൽ 1,00,000 വരെ, 1 മുതൽ 1,00,000 വരെ, സോറി, ഓക്കെ, 1 മുതൽ 1,00,000 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് പറയാലോ ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 1, 2, 3, 4, 5 പൂജ്യങ്ങൾ അല്ലേ? 1, 2, 3, 4, 5 പൂജ്യങ്ങളുണ്ട്. 24 നമ്മൾ സെറ്റാക്കണേ. 24 ആദ്യത്തെ 2 ആളുകൾ. ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് 9 ഇട്ട് കൊടുക്കുക. 9, 9, 9. ഉത്തരമായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ ആ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിൽ എത്ര പൂജ്യങ്ങൾ എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്താടാ? 24. നമ്മുടെ ഉത്തരം 24. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മധ്യപദം അഥവാ മിഡിൽ ടേം 212 ആണെങ്കിൽ തുടർച്ചയായ 51 ഇരട്ട സംഖ്യകളുടെ ആകെ തുക എന്ത്? എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 51 ഇരട്ട സംഖ്യകളുണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? അതിൻ്റെ നടുവിലുള്ള ആള്, മധ്യപദം എന്ന് പറയുന്നത്, മിഡിൽ ടേം എന്ന് പറയുന്നത് 212 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഇരട്ട സംഖ്യ 51 ഇരട്ട സംഖ്യകളും കൂടി കൂട്ടിയാൽ എത്രയാണ് ഉത്തരം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മളിവിടെ ചെയ്യുന്ന കാര്യം 2 തരത്തിൽ ചെയ്യാം, 2 3 തരത്തിൽ ചെയ്യാം. ഇത് ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാം. എന്താണ് ശരാശരി? എടാ, ഇരട്ട സംഖ്യകളാണെങ്കിലും ഒറ്റ സംഖ്യകളാണെങ്കിലും, ഒരു ഉദാഹരണത്തിന് 2, 4, 6 ഒരു 3 ഇരട്ട സംഖ്യകൾ എടുത്തിട്ടുണ്ട്. ഈ 3 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? ശരാശരി എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണം കൂടി കൂട്ടുക, 3 പേർക്കായിട്ട് തുല്യമായിട്ട് വീതിക്കുക. 3 കൂടി കൂട്ടിയാൽ 6, 4, 10, 2, 12 കിട്ടും. ഈ 12നെ 3 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ, 12നെ 3 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ 4 കിട്ടും. ഓരോരുത്തർക്കും 4 കിട്ടും. ഈ 4 എന്താണ്? അവരുടെ മിഡിലിൽ കിടക്കുന്ന, നടുവിൽ കിടക്കുന്ന ആളല്ലേ അല്ലേ? നോക്കിക്കേ, ഇനി 2, 4, 6, 8, 10 ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? എല്ലാം കൂടി കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും എന്ന് പറഞ്ഞു. വേറൊരു തരത്തിലും ശരാശരി കണ്ടുപിടിക്കാലോ. ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കൂട്ടി പകുതി കണ്ടാലും മതി അല്ലേ? എന്തുകൊണ്ട്? ഇവർക്കിടയിലുള്ള അകലം തുല്യമായതുകൊണ്ട്. ഓക്കെ, അങ്ങനെ 10ഉം 2ഉം കൂട്ടിയാൽ 12, 12ന്റെ പകുതി അപ്പോഴും നടുവിൽ കിടക്കുന്ന ആളെയാണ് കിട്ടുന്നത്, 6ആണ് കിട്ടുന്നത്. ഇനി ഈ കൺസെപ്റ്റ് വെച്ചിട്ട്, ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എന്താണ് ശരാശരി കാണാനുള്ള സൂത്രവാക്യം? ശരാശരി കാണണമെങ്കിൽ ശരാശരി കാണണമെങ്കിൽ ആകെ തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം അല്ലേ? ഇവിടെ നമുക്ക് ശരാശരി എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ് എന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നടുവിൽ കിടക്കുന്ന ആളായിരിക്കും ശരാശരി. എത്രയാ? 212 ആണ് ശരാശരി. തുക നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. എണ്ണം നമുക്കറിയാം. എത്ര? 51 ഇരട്ട സംഖ്യകളാണ്. 51 ആണ് എണ്ണം. ഈ തുക കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്താൽ മതി? ഈ താഴെ കിടക്കുന്ന 51നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഹരണം 51 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനം 51 ആകും. 212 ഗുണം
51 ആകും. ഇതായിരിക്കും തുക. 212നെ 51 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് തുക. ഇനി 212നെ 51 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 212 ഗുണം 50 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 200ന്റെ പകുതി 100ഉം 12ന്റെ പകുതി 10,600 കിട്ടും. ഒരു 212 കൂടി ചേർത്താലാണ് ശരിയാകുള്ളൂ. ഒരു 212 കൂടി ചേരണം. അങ്ങനെ ആകെ 51 212കൾ ചേർന്നാൽ കിട്ടുന്നത് 10,812 ആണ്. 10,812. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 5ാമത്തെ ചോദ്യം. തുടർച്ചയായ 3 ഒറ്റ പൂർണ്ണസംഖ്യകളിൽ ആദ്യത്തേതിൻ്റെ 4 ഇരട്ടി മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലാണ് എങ്കിൽ ആ 3 സംഖ്യകളിൽ രണ്ടാമത്തെ പൂർണ്ണസംഖ്യ ഏതാണെന്നാണ് ചോദ്യം. മക്കളെ, ചോദ്യം ഡീകോഡ് ചെയ്യലാണ് പ്രധാനം. ഈ തന്നിരിക്കുന്ന ചോദ്യം നന്നായി മനസ്സിലാക്കിയെടുക്കുക. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? 3 പൂർണ്ണസംഖ്യകളുണ്ട്. അതായത് പോയിന്റ് ഒന്നും വരില്ല, ഭിന്നസംഖ്യ ഒന്നുമില്ല. കറക്റ്റ് എണ്ണാൻ കഴിയുന്ന, പൂർണ്ണമായും എടുക്കാൻ കഴിയുന്ന സംഖ്യകളാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ പൂർണ്ണസംഖ്യകളിൽ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? അത് ഒറ്റ സംഖ്യകളാണ്, ഒറ്റ പൂർണ്ണസംഖ്യകളാണ്. ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണത്തിന് ഞാൻ 1, 3, 5 അല്ലേ? ആദ്യത്തെ ആളെ ഞാൻ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായ 3 കിട്ടണമെങ്കിൽ ഈ ഒന്നിൻ്റെ കൂടെ 2 കൂട്ടിയാലേ കിട്ടുള്ളൂ അല്ലേ? ഇനി ആദ്യത്തെ ആളെ ഞാൻ 1 എടുത്താൽ എനിക്ക് മൂന്നാമത് കിടക്കുന്ന ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ ഈ 1ൻ്റെ കൂടെ ഞാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലേ? 2 2കൾ ചേർന്നാലേ എനിക്ക് മൂന്നാമത്തെ ഒറ്റ സംഖ്യ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല ഈ സംഖ്യകൾ 1 ആണെന്നോ 3 ആണെന്നോ 5 ആണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. അപ്പം അറിയാത്തതിന് ഞാൻ എന്തെന്ന് പറയും? എക്സ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്തായിരിക്കും? ഈ എക്സിൻ്റെ കൂടെ 2 കൂടുന്നതായിരിക്കും. ഞാനിവിടെ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ആളെ കിട്ടണമെങ്കിൽ 2 കൂടണം. ഇനി ഞാൻ ആദ്യത്തെ ഒറ്റ സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ മൂന്നാമത് കിടക്കുന്ന ആൾ എത്രയായിരിക്കും? ഒന്നാമത്തെ ആളുടെ കൂടെ ഞാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 4 ആയിരിക്കും. അപ്പോൾ 3 ഒറ്റ സംഖ്യകൾ ഞാൻ ഇങ്ങനെ ഡീകോഡ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ 4 ഇരട്ടി. ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണ്. അതിൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ആ എക്സിനെ 4 കൊണ്ട് ഗുണിക്കുന്നത് 4x. ഈ 4x എന്തിനോട് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലായിരിക്കും. ഈ മൂന്നാമത് കിടക്കുന്ന ഒറ്റ സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4ൻ്റെ ഇരട്ടി. 2 മടങ്ങ്. അതിനേക്കാൾ 6 കൂടുതലായിരിക്കും. ഏത്? ഈ 4x എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. നമുക്ക് കുറച്ചൊരു വൃത്തിക്ക് 4x എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4ൻ്റെ 2 മടങ്ങിനോട് 6 കൂട്ടിയാൽ കിട്ടുന്നതിന് തുല്യമാണ് എന്ന് പറയാം. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ കിട്ടും. 4x സമം ബ്രാക്കറ്റ് മാറ്റിയാൽ 2 ഗുണം എക്സ് 2x പ്ലസ് 2 ഗുണം 4 8 പ്ലസ് ഇവിടെ ഒരു 6. അപ്പോൾ 4x സമം 2x പ്ലസ് ഈ 8 മാറും കൂട്ടിയാൽ 14. ഓക്കെ, എക്സുകളൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ 4x ഉണ്ട്. ഇവിടെ കിടക്കുന്ന 2xനെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയാണ്. അപ്പോൾ എന്തായി? -2x ആയി. സമം 14. ഈ 4xകളിൽ നിന്ന് 2x കുറഞ്ഞാൽ ബാക്കി എത്ര x ഉണ്ട്? ബാക്കി 2x ഉള്ളൂ അല്ലേ? 4 പേനയിൽ നിന്ന് 2 പേന പോയാൽ ബാക്കി 2 പേനയേ ഉണ്ടാകുള്ളൂ അല്ലേ?
4 ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ പോയാൽ ബാക്കി 2 ആപ്പിളേ ഉണ്ടാകുള്ളൂ. അതേപോലെ 4 എക്സുകളിൽ നിന്ന് 2 എക്സുകൾ പോയാൽ ബാക്കിയുള്ളത് 2 എക്സുകൾ. ആ 2 എക്സുകൾ എന്ന് പറയുന്നത് 14 തുല്യമാണ്. എങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 14ന്റെ പകുതിയായിരിക്കും. ഈ ഗുണനം 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ ഹരണം 2ആയി മാറുന്നു. അങ്ങനെ 14/2 ആകുന്നു. 14ന്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് 7ആണ്. എന്താ നമുക്ക് കിട്ടിയത്? എക്സ് ആണ് കിട്ടിയത്. ഒന്നാമത്തെ ഒറ്റ സംഖ്യ 7 എന്ന് നമുക്ക് കിട്ടി. എങ്കിൽ രണ്ടാമത്തെ ആളായിരിക്കും? തുടർച്ചയാണ്. രണ്ടാമത്തെ ആളായിരിക്കും 7 + 2 9. അടുത്ത ആളായിരിക്കും 7 + 4 11. ഓക്കെ, അപ്പോൾ 3 ഒറ്റ സംഖ്യകൾ കിട്ടി നമുക്ക്. ഒറ്റ പൂർണ്ണസംഖ്യകൾ കിട്ടി. ഇനി എന്താ ചോദ്യം? ഇതിൽ രണ്ടാമത്തെ പൂർണ്ണസംഖ്യ ഏതാണ്? 9 അല്ലേ? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ആദ്യത്തെ 10 ഓവറിലെ റൺ റേറ്റ് 3.8 ആയിരുന്നു. ബാക്കി 40 ഓവറിൽ എത്ര റൺ റേറ്റ് ഉണ്ടെങ്കിലാണ് 288 എന്ന് പറയുന്ന റൺസ് ലക്ഷ്യത്തിലെത്തുക? ഓക്കെ, ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ക്രിക്കറ്റ് കളി കാണാത്ത ആളുകളും ഒരുപക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളും ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താണ് റൺ റേറ്റ്? റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ എടുത്തിരിക്കുന്ന റണ്ണുകളാണ്. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരു ഓവറിൽ 6 പന്തുകളുണ്ട്, അതറിയാലോ. ഒരു ഓവറുകളിൽ 6 ബോളുകളുണ്ട്. ഞാൻ 2 ഓവറുകളിൽ നിന്നായിട്ട് 10 റൺ എടുത്തു എങ്കിൽ ഒരു ഓവറിൽ ശരാശരി എത്ര റൺസ് വെച്ചെടുത്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 10നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ, ആകെ റണ്ണിനെ ആകെ ഓവറുകൾ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് റൺ റേറ്റ്. ഒരു ഓവറിൽ ശരാശരി എത്ര റൺ വെച്ചെടുത്തു എന്നുള്ളതാണ് റൺ റേറ്റ്, ശരാശരി. ഓക്കെ, ഇനി ഞാൻ 5 ഓവറുകളിൽ നിന്നായി 50 റൺ എടുത്തു എങ്കിൽ റൺ റേറ്റ് എത്രയാ? 50/5 ചെയ്യും. ആകെ എടുത്ത റണ്ണുകൾ 50, ആകെ എറിഞ്ഞ ഓവറുകൾ 5. 50/5 എന്ന് പറയുന്നത് 10. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്രിക്കറ്റ് മത്സരത്തിലെ ആദ്യത്തെ 10 ഓവറിൽ റൺ റേറ്റ് 3.8. ജയിക്കണമെങ്കിൽ എത്ര റണ്ണ് വേണം? 288 റൺസാണ് ടാർഗറ്റ്. വിജയലക്ഷ്യം എന്ന് പറയുന്നത് 288 റൺസാണ്. 288 റൺസാണ്. 288. ഇതിൽ ആദ്യത്തെ 10 ഓവറുകളിൽ 3.8 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 3.8 റണ്ണ് ഒരു ഓവറിൽ ശരാശരി 3.8. ആകെ 10 ഓവറുകളുണ്ട്. അതിൽ ഒരു ഓവറുകളിൽ ശരാശരി 3.8 റൺസ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഓവറുകളിൽ നിന്നായിട്ട് എത്ര റണ്ണുകൾ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3.8നെ ഓവറുകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 3.8 ഗുണിക്കണം 10, ഒരു പോയിന്റ് അപ്പുറത്തേക്ക് മാറും. ഇത്രയല്ലേ ഉള്ളൂ. 3.8നെ 10 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 38 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ 10 ഓവറുകളിൽ നിന്നായിട്ട് 38 റൺസ് എടുത്തിട്ടുള്ളൂ. ജയിക്കണമെങ്കിൽ എത്ര വേണം? 288 റൺസ് അടിക്കണം. അതിൽ 38 റൺസ് എടുത്തു. ബാക്കി എത്ര റൺസ് ഉണ്ട്? ഇനി എത്ര റണ്ണും കൂടി എടുക്കണം? കുറച്ച് കഴിഞ്ഞാൽ 288ൽ നിന്ന് 38 കുറച്ചാൽ നമുക്ക് 250 എന്ന് കിട്ടും. 250 എന്ന് കിട്ടും. ഈ 250 റണ്ണുകളാണ് ഇനി വരുന്ന 40 ഓവറുകളിൽ നിന്നായിട്ട് എടുക്കേണ്ടത്. 250 റണ്ണുകളാണ് ഇനി വരുന്ന 40 ഓവറുകളിൽ നിന്നായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഓവറിലും എത്ര റൺ ശരാശരി എടുക്കണം എന്ന് ചോദിച്ചാൽ ആ 250നെ ആകെ റണ്ണുകളെ ഇനിയുള്ള ആകെ ഓവറുകൾ കൊണ്ട് ഹരിച്ചാൽ മതി. 250/40. 0 വെട്ടിക്കളയാം. 25/4. 25ന്റെ പകുതിയുടെ പകുതി എടുത്താൽ മതി. 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താ?
ആ ഹരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. ഒരു ഉദാഹരണത്തിന് 32 ഹരിക്കണം 4 എന്ത് ചെയ്യും? 32ൻ്റെ പകുതി എടുക്കുക, 32ൻ്റെ പകുതി 16, വീണ്ടും പകുതി എടുക്കുക, 16ൻ്റെ പകുതി 8. അതേപോലെയാണെങ്കിൽ നമുക്ക് 25/4 ഒന്ന് മനസ്സിൽ തന്നെ ചെയ്താലോ. 25ൻ്റെ പകുതി എത്ര? 25ൻ്റെ പകുതി എത്രയാ? 12.5 എന്ന് കിട്ടും അല്ലേ? 25ൻ്റെ പകുതി 12.5. അതിൻ്റെ പകുതി ഒരു വട്ടം കൂടി പകുതി എടുക്കണം. 12.5യുടെ പകുതി, 12ൻ്റെ പകുതി നമുക്കറിയാം അത് 6ആണ്. അരയുടെ പകുതി എത്രയാ? 1/4 അല്ലേ? 0.25. നമ്മുടെ ഉത്തരമായി 25/4 എന്ന് വെച്ചാൽ 6.25 ആണ്. 25 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: x² + 1/x² = 223 എങ്കിൽ x + 1/x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പലപ്പോഴായിട്ട് പല ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടുള്ള ഒരു ടൈപ്പാണ്. ഞാനതിനൊന്ന് വൃത്തിക്ക് എഴുതാം. x² + 1/x² എന്ന് പറയുന്നത് 223 ആണെങ്കിൽ x + 1/x എത്ര? ഇതാണ് ചോദ്യം. മക്കളെ, ഇത് ചെയ്യാൻ നമ്മളൊരു ബീജ സമവാക്യം, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ് x + 1/x² എന്ന് പറയുന്നത് x² + 1/x² + 2. x + 1/x² എന്ന് പറയുന്നത് x² + 1/x² + 2 ആണ് എന്നുള്ള ഈ ബീജ സമവാക്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ സമവാക്യം അറിയുമെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ, എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സൂത്രവാക്യം ഞാനിവിടെ എഴുതുന്നു. x + 1/x² എന്ന് പറയുന്നത് x² + 1/x² + 2 ആണ്. എടാ, ഇത്രയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? x² + 1/x² വില നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയാ? 223 എന്ന് തന്നിട്ടുണ്ട്. +2. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x + 1/x² ആണ് ഈ ചെയ്ത് കിട്ടുന്ന ഉത്തരം. എത്രയത്? 225. ഓക്കെ, പക്ഷെ നമുക്ക് അതിൻ്റെ വർഗ്ഗമല്ല വേണ്ടത്. x + 1/x² അല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? x + 1/x എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇപ്പം എന്ത് ചെയ്യൂടാ? ഈ വർഗം സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് റൂട്ടായി മാറും. √225 225 റൂട്ട് നമുക്കറിയാലോ. എത്രയാ 225ൻ്റെ റൂട്ട്? അത് 15 ആണ് അല്ലേ? x + 1/x വില നമുക്ക് കിട്ടി, അത് 15 ആണ്. മക്കളെ, ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വിലയുടെ കൂടെ 2 കൂട്ടുക. ഇവിടെ 223 തന്നിരിക്കുന്നത്, അതിൻ്റെ കൂടെ 2 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റൂട്ട് എടുക്കണം. √225 = 15. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലൊരു മോഡൽ ഞാൻ ചോദിക്കട്ടെ. x² + 1/x² എന്ന് പറയുന്നത് 623 ആണെങ്കിൽ x + 1/x വില എന്ത്? നമ്മളെന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന വിലയുടെ കൂടെ 2 കൂട്ടും. അപ്പോൾ നമുക്ക് 625 എന്ന് കിട്ടും അല്ലേ? അതിൻ്റെ റൂട്ട് എടുക്കും. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്
25. 625 റൂട്ട് 25. ക്ലിയർ ആണോ? ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. x² പ്ലസ് 1/x² വില 79 ആണെങ്കിൽ x പ്ലസ് 1/x എത്ര? എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന വിലയുടെ കൂടെ 2 കൂട്ടും. 79 2 കൂട്ടിയാൽ 81. അതിൻ്റെ റൂട്ട് എടുക്കും. 81ൻ്റെ റൂട്ട് എത്രയാ? 9. അതായിരിക്കും x പ്ലസ് 1/xൻ്റെ വില. അപ്പോൾ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി തെറ്റിക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യം, പക്ഷെ തെറ്റിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ചോദ്യം. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദ്യം. അഖണ്ഡ സംഖ്യകൾ എന്താണെന്നുള്ള കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് തെറ്റിക്കും. എന്താണ് അഖണ്ഡ സംഖ്യകൾ? അഖണ്ഡ സംഖ്യകൾ ഇംഗ്ലീഷിൽ അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഹോൾ നമ്പേഴ്സ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹോൾ എന്നാണ്. കൂടെ ഒരു W ഉണ്ടെങ്കിലും നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാറില്ല. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ ഹോൾ നമ്പേഴ്സ് അല്ലേ? ഹോൾ, ഒരു വലിയ സുഷിരം. അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം 0 ഉൾപ്പെടുന്ന സംഖ്യകളാണ് ഹോൾ നമ്പേഴ്സ്. 0ത്തിൽ തുടങ്ങുന്ന സംഖ്യകൾ, 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഹോൾ നമ്പേഴ്സ്. ഇനി അഖണ്ഡ സംഖ്യകൾ നോക്കിയേ, എല്ലാ അക്ഷരത്തിലും ഒരു 0 ഉണ്ട് അല്ലേ? ആയിലൊരു 0 ഉണ്ട്, ഈ ഗായിലൊരു 0 ഉണ്ട്, ഈ ഉണ്ടായിലൊരു 0 ഉണ്ട്. ഫുൾ 0. അപ്പോൾ ഇതിന്നും മനസ്സിലാക്കിയെടുക്കണം 0ത്തിൽ തുടങ്ങുന്ന ആളാണ്. ഇത് പറയാനുള്ള കാരണം, ഇനി അനഘസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവിടെ കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. എന്താണ് ഈ അഖണ്ഡ സംഖ്യകൾ, എന്താണ് ഈ അനഘസംഖ്യകൾ? ഇത് രണ്ടും ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അഖണ്ഡ സംഖ്യകളിൽ ഓരോ അക്ഷരത്തിലും 0 ഉണ്ട്. അപ്പോൾ 0ത്തിൽ തുടങ്ങുന്നതാണെന്ന് കണക്ട് ചെയ്യണം. അനഘസംഖ്യകളിൽ എല്ലാറ്റിലും 0 ഉണ്ടോ? ആയിലുണ്ട്, ഗായിലുമാണെങ്കിൽ 0 ഉണ്ടാക്കാം, പക്ഷെ നായിലില്ല. എല്ലാറ്റിലും 0 ഇല്ല. അപ്പോൾ അനഘസംഖ്യകൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ അഖണ്ഡ സംഖ്യകളിൽ ആരുണ്ട് മക്കളെ? 0 ഉണ്ട്. പിന്നെ ഗുണനഫലം എത്രയായിരിക്കും എന്ന് ഞാൻ ഇനി പറയണോ? എത്ര സംഖ്യകളുണ്ടെങ്കിലും, ഏതൊക്കെ സംഖ്യകളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു 0ത്തിനെ ഗുണിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം മൊത്തത്തിൽ 0 ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ഉത്തരം എന്താടാ? ഓപ്ഷൻ ബി ആണ്. ഗുണനഫലം 0. ഓക്കെ മക്കളെ, അങ്ങനെ നമ്മുടെ 9ാമത്തെ ചോദ്യം അനഘസംഖ്യകളെ കുറിച്ച് തൊട്ട് മുൻപ് പറഞ്ഞുള്ളൂ. നമ്മളിനി അടുത്തതിലെങ്ങാനും പഠിക്കാന്നുള്ളത്. തൊട്ടടുത്ത ചോദ്യം തന്നെ അനഘസംഖ്യകളാണ്. പെർഫെക്റ്റ് നമ്പറുകളെ കുറിച്ചാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അല്ലാത്തത് ഏത് എന്നാ ചോദ്യം. അപ്പം അനഘസംഖ്യകളെ കുറിച്ചൊന്ന് പഠിക്കണം അല്ലേ? 4 അനഘസംഖ്യകൾ നമ്മൾ പഠിച്ചാൽ മതി. കാരണം ഇന്ന് വരെ ലോകത്ത് ഈ നിമിഷം വരെ കണ്ടെത്തിയിട്ടുള്ളത് 52 അനഘസംഖ്യകളാണ്. ഈ കണ്ടെത്തിയിട്ടുള്ളതിൽ 52 അനഘസംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. പക്ഷേ ഇനി പോകെ അതിൽ ഒറ്റ സംഖ്യകൾ ഉണ്ടാകുമോ എന്നറിയില്ല. ശാസ്ത്രലോകം ഇപ്പോഴും അതിൻ്റെ അന്വേഷണത്തിലാണ്. ഓക്കെ, കണ്ടെത്തിയിട്ടില്ലാത്ത ചുരുളഴിയാത്ത രഹസ്യങ്ങളിൽ ഒന്നാണ് അനഘസംഖ്യകളിൽ എപ്പോഴെങ്കിലും ഒറ്റ സംഖ്യകൾ ഉണ്ടാകുമോ. അത് മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് വേണ്ടത് ആദ്യത്തെ 4 അനഘസംഖ്യകൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ അനഘസംഖ്യ, ഏറ്റവും ചെറിയ അനഘസംഖ്യ എന്ന് പറയുന്നത് 6. 6ലാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ അനഘസംഖ്യ എന്ന് പറയുന്നത് 28. അടുത്ത അനഘസംഖ്യ 496. അടുത്ത അനഘസംഖ്യ 8128. ഓക്കെ, ഞാനിതിനെ കണക്ട് ചെയ്ത് പഠിച്ചത് ഒരു പ്രത്യേക വഴിയിലൂടെയാണ്. നോക്കിക്കടാ, ഇതിൻ്റെ അവസാനത്തെ അക്കങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം 6, പിന്നെ 8, വീണ്ടും 6, വീണ്ടും 8, അങ്ങനെ സ്കിപ്പ് ചെയ്യണം. കണ്ടോ, 6 6, 8 8, അങ്ങനെ മാറി വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ അനഘസംഖ്യയിൽ 1 ഡിജിറ്റേ ഉള്ളൂ, രണ്ടാമത്തെ അനഘസംഖ്യയിൽ 2 ഡിജിറ്റ്, മൂന്നാമത്തെ അനഘസംഖ്യയിൽ 3 ഡിജിറ്റ്, നാലാമത്തെ അനഘസംഖ്യയിൽ 4 ഡിജിറ്റുകൾ. ഇത്രയും കാര്യം എനിക്കറിയാം. അപ്പോൾ നാലാമത്തെ അനഘസംഖ്യയുടെ അവസാനം 8 ആണ്. അതിൻ്റെ ആദ്യത്തെ ഡിജിറ്റും
8ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾ ആ 8ൻ്റെ പകുതിയാണ്. 8ൻ്റെ പകുതി 4. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആൾ 4ൻ്റെ മുകളിൽ കിടക്കുന്ന ആൾ 4ൻ്റെ പകുതിയാണ്, 2. ഓക്കെ, ഇത്രയും ഞാൻ കണക്ട് ചെയ്തു. ഇനി ഈ ഗ്യാപ്പിൽ കിടക്കുന്ന 3 ആളുകളെ, ഇത് 1 2 1 2 1 2 കഴിഞ്ഞാൽ അടുത്ത ആൾ 3ആണ്. 3ൻ്റെ സ്ക്വയർ 9. 1 2 ഞാനിവിടെ എഴുതി, 1 2 ഞാനിവിടെ എഴുതി, 1 2 ചേർന്നാൽ 3ആണ്. 3ൻ്റെ വർഗ്ഗം 9 മുകളിൽ എഴുതി. ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ അനകസംഖ്യയിൽ 1 ഡിജിറ്റ്, രണ്ടാമത്തെ അനകസംഖ്യയിൽ 2 ഡിജിറ്റ്, മൂന്നാമത്തെ അനകസംഖ്യയിൽ 3 ഡിജിറ്റ്, നാലാമത്തെ അനകസംഖ്യയിൽ 4 ഡിജിറ്റ്. 6ആണ് ഏറ്റവും ചെറുത്. ഇനി ആ പാറ്റേൺ 8 6 8. ഇവിടെ അവസാനം 8 ആണെങ്കിൽ ഇവിടെ ആദ്യവും 8 തന്നെ. തൊട്ട് മുകളിൽ 8ൻ്റെ പകുതി 4, തൊട്ട് മുകളിൽ 4ൻ്റെ പകുതി 2, ഇവിടെ 1 2. 1ഉം 2ഉം ചേർത്താൽ 3ആണ്. 3ൻ്റെ സ്ക്വയർ 9. ഇപ്പം ഇത് ആദ്യത്തെ 4 അനകസംഖ്യകൾ പഠിച്ചു. ഇനി എന്താണ് ഈ അനകസംഖ്യ, അത് പഠിക്കണ്ടേ? എന്താണ് അനകസംഖ്യ എന്ന് പഠിക്കണ്ടേ? ഓക്കെ, അനകസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ 6 എടുക്കുന്നു. എടാ, ഈ 6ൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളാണ്, ഘടകമായി വരുന്ന ആളാണ്, യൂണിവേഴ്സൽ ഫാക്ടറാണ് 1. അടുത്തത് 2 ഘടകമായിട്ട് വരും, 3 ഘടകമായിട്ട് വരും, പിന്നെ 6ആണ് ഘടകമായിട്ട് വരിക, അല്ലേ? ഇതിൽ 2 തരത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡെഫിനേഷൻ പറയാം. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എടുത്താൽ ആ ഘടകങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടി കൂട്ടിക്കേ, 6 3 9, 9 2 11, 11 1 12. അങ്ങനെ കൂട്ടിക്കിട്ടുന്നത് ഈ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ അത്തരം സംഖ്യകളെ അനകസംഖ്യ എന്ന് പറയാം. ചില ആളുകൾ അതിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എടുത്തു, ആ ഘടകങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ അനകസംഖ്യകൾ എന്ന് വിളിക്കാം. ചില ആളുകൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതി, ഇപ്പോൾ 6ൻ്റെ ഘടകങ്ങൾ ഒരിക്കൽ കൂടി എഴുതുന്നു, 1 2 3 6. സെയിം നമ്പർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഘടകം അത് അതേ സംഖ്യ തന്നെയായിരിക്കും, അല്ലേ? ഏറ്റവും വലിയ ഘടകം, ഒരു സംഖ്യയുടെ ഏറ്റവും വലിയ ഘടകം സെയിം നമ്പർ തന്നെയായിരിക്കും. നമുക്ക് അവരെ മാറ്റി നിർത്താം. ആ വലിയ ഘടകത്തിനെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ളവരെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് സെയിം നമ്പർ ആണെങ്കിൽ, ഒരിക്കൽ കൂടി പറയാം, ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകത്തെ ഒഴിവാക്കി ബാക്കി വരുന്ന ഘടകങ്ങളെ പരസ്പരം കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്നുവെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അനകസംഖ്യകൾ. മറക്കരുത്. ഓക്കെ, അങ്ങനെ 2 തരത്തിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി 28ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഘടകമാണ്, 2 ഘടകമാണ്, 3 ഒരു ഘടകമാണോ? അല്ല, അല്ലേ? 4 ഒരു ഘടകമല്ലേ? ആണ്. 5 ഘടകമാണോ? 6 ഘടകമാണോ? 7 ഘടകമാണ്. 8 ഘടകമാണോ? 9 ഘടകമാണോ? 10 ഘടകമാണോ? 11 ആണോ? 12. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ 4 സംഖ്യകൾ നമ്മുടെ മനസ്സിൽ വേണം. 6 28 496 8128. ഈ 4 സംഖ്യകളിൽ അനകസംഖ്യ ചോദ്യത്തിൽ എന്താ? അനകസംഖ്യ അല്ലാത്തത് ഏത്? ഇവിടെ 6 ഉണ്ട്, 28 ഉണ്ട്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും അനകസംഖ്യകളാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. 6 അനകസംഖ്യയാണ്, 28 അനകസംഖ്യയാണ്. 4 എന്തല്ല? അനകസംഖ്യ അല്ല. അപ്പം നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ചെയ്യാം. എന്താണ്? ഒരു ബുക്കിനും ഒരു പേനയ്ക്കും കൂടി വരുന്ന വില എന്ന് പറയുന്നത് 26 രൂപയാണ്. 26 രൂപ.
ഒരു ബുക്കിൻ്റെയും പേനയുടെ വില കൂടിയാൽ 26 രൂപയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അതായത് പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയേക്കാൾ 10 കൂടുതലാണ്. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പേനയുടെ വില എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 10 കൂടി കൂട്ടുമ്പോഴാണ് പുസ്തകത്തിൻ്റെ വിലയാകുള്ളൂ. അപ്പോൾ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെന്നിൻ്റെ പ്രൈസിൻ്റെ കൂടെ ഒരു 10 കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇത്രയും കിട്ടി. നമുക്ക് ബുക്കിൻ്റെയും പേനയുടെയും വില കണ്ടുപിടിക്കാം. ഞാൻ ഈ ബുക്കിൻ്റെ സ്ഥാനത്ത് ബിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് റീപ്ലേസ് ചെയ്യും? കാരണം എനിക്കെല്ലാം ഒരേ ടേംസിൽ വേണം, ഒരേ പദങ്ങളിൽ വേണം. ബിയുടെ സ്ഥാനത്ത് ഞാൻ പി പ്ലസ് 10 എന്ന് എഴുതി. പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു പി ഉണ്ട്, ഞാനത് എഴുതി. സമം 26. ഇവിടെ ഒരു പി, ഇവിടെ മറ്റൊരു പി, രണ്ടും കൂടിയാൽ 2p പ്ലസ് ഒരു 10 കൂടി സമം 26. ഇപ്പോൾ 2pയുടെ വില എത്രയാണ്? ഇവിടെ ഓൾറെഡി 26 സമത്തിൻ്റെ അപ്പുറത്തുണ്ട്. ഈ പ്ലസ് 10നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായത്? അത് -10 -10. അപ്പോൾ എന്തായി? 26ൽ നിന്ന് 10 പോയാൽ നമുക്ക് 2pയുടെ വില കിട്ടും. എത്രയാ? 16. അങ്ങനെയാണെങ്കിൽ ഒരു പി എത്ര? അത് 16ൻ്റെ പകുതി 8. അപ്പോൾ പേനയുടെ വില നമുക്ക് കിട്ടി 8 രൂപ. ഒരു പേനയ്ക്ക്, ഒരു പെന്നിന് നമുക്ക് മനസ്സിലായി 8 രൂപയാണ് വില. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിൻ്റെ വില എത്രയായിരിക്കും? ഒരു ബുക്കിൻ്റെ വില എത്രയായിരിക്കും? എത്ര? എവിടത്തെ എഴുതി? നമ്മൾ നേരത്തെ എഴുതി. പേനയുടെ വിലയുടെ കൂടെ 10 കൂട്ടിയാൽ മതി. പേനയുടെ വില 8, അതിൻ്റെ കൂടെ ഒരു 10 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 18. ഇത്രയും സെറ്റായോ? ഇനി ബുക്കിൻ്റെ പേനയോ പേനയുടെ വിലയോ അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? 5 പുസ്തകം വാങ്ങണം. ഒരു ബുക്കിന് 18ആണ്. പുള്ളിക്കാരൻ 5 ബുക്ക് വാങ്ങി. ഇപ്പം എത്രയാ? ഒരു ബുക്കിന് 18ആണ്. അപ്പോൾ 5 ബുക്കുകൾക്ക് 5 × 18 ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. പിന്നെ എന്തെങ്കിലും കൂടി വാങ്ങി? ഒരു പേനയ്ക്ക് 8 രൂപയാണ്. അങ്ങനത്തെ 6 പേനകളും കൂടി വാങ്ങി. ഒരു പേനയ്ക്ക് 8 രൂപ. ഒരു പേനയ്ക്ക് 8 രൂപ. അങ്ങനത്തെ 6 പേനകൾ വാങ്ങിച്ചാൽ 6 × 8 ചെയ്യണം. അപ്പോൾ പേനകളുടെ വില കിട്ടും, പുസ്തകങ്ങൾ വാങ്ങിയതിൻ്റെ വില കിട്ടും. ഇനി ചെയ്താൽ മതി. 18 × 5, 10 അഞ്ചുകൾ ചേർന്നാൽ 50, 8 അഞ്ചുകൾ ചേർന്നാൽ 40. 50ഉം 40ഉം ചേർത്ത് നമുക്ക് 90 എന്ന് കിട്ടും. അപ്പോൾ 5 ബുക്കിന് 90 രൂപയാണ് വില. ഇനി 6 പേനകൾക്ക് എത്ര രൂപ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 6 × 8 48. ഇത് കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. 90ഉം 48ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 138. കൂട്ടി നോക്കിക്കോ. കിട്ടുന്ന ഉത്തരം 138. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇത്രയും സെറ്റാണോ? നമുക്ക് അടുത്തേക്ക് പോകാം. മക്കളെ, എങ്ങനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്? ചോദ്യം ഇങ്ങനെയാണ്. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ച് എഴുതുമ്പോൾ നമുക്ക് പുതിയൊരു സംഖ്യ കിട്ടും. ആ പുതിയ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അതായത് ആ പുതിയ സംഖ്യയും ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 27 ആണ്. എങ്കിൽ ഏതാണ് ആ സംഖ്യ? കണ്ടുപിടിക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 2 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 9 ആണെന്ന്. 9 ആകാൻ സാധ്യതയുള്ള 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാ? 1 ആണെങ്കിൽ അടുത്തത് 8 ആയിരിക്കും. അവരെ തമ്മിൽ കൂട്ടിയാൽ 9 കിട്ടണം. 18 ആണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തേത് 27 ആയിരിക്കും. പിന്നെ 36 ആയിരിക്കും. 45 ആയിരിക്കും. അടുത്തത് 54 ആയിരിക്കും. അടുത്തത് 63, 72, 81, 90. ഇങ്ങനെയാണ് സാധ്യതകൾ. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി, ഞാൻ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യും. ഈ ഓപ്ഷനിൽ ഏതൊക്കെയുള്ളത്? 27, 36, 45, 63. ഏതൊക്കെ? 27, 36, 45, 63. ബാക്കിയുള്ളതൊന്നും പരിഗണിക്കേണ്ടതില്ല. 27, 36, 45, 63. ഇനി ഇതിൽ ഓരോന്ന് വെച്ച് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ 27നെ തല തിരിച്ചിട്ടാൽ അത് 72 ആണ് അല്ലേ? ഇനി ഇവരുടെ വ്യത്യാസം 72ൽ നിന്ന് 27 കുറച്ചാൽ 70ൽ നിന്ന് 20 പോയാൽ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും അല്ലേ? അതിനിടയിൽ നിന്ന്
ഇത്രയും കൂടി പോകണം. അപ്പം 40 സംതിങ്ങാണ് വരിക. 40 എത്ര? 45 കുറച്ചാൽ കിട്ടുന്നത്. 7ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 5. അപ്പോൾ 72 നിന്ന് 27 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 45 ആണ്. 27 വ്യത്യാസം വരാൻ പാടുള്ളൂ. അപ്പോൾ 27 അല്ല, നമുക്ക് വെട്ടിക്കളയാം. ഇനി 36 അടുത്ത സാധ്യത. 36 തിരിച്ചിട്ടാൽ 63. ഇവരുടെ വ്യത്യാസം നോക്കിയാൽ 60 നിന്ന് 30 പോയാൽ കിട്ടുന്നത് 30. ആ 30 നിന്ന് 6 - 3 3 ആ 30 നിന്ന് 3 കുറച്ചാൽ നമുക്ക് 27 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ഉത്തരം 36 ആണ്. ഇനി ബാക്കിയും കൂടി നോക്കാം. ചുമ്മാ 45 അടുത്ത സാധ്യത. 45 തിരിച്ചിട്ടാൽ കിട്ടുന്നത് 54. 54 നിന്ന് 45 കുറയ്ക്കണം. 50 നിന്ന് 40 പോയാൽ ബാക്കി എത്രയാ? 10 അല്ലേ? ഇനി 5 - 4 ഉത്തരം 1. 10 നിന്ന് 1 കുറച്ചാൽ 9 വ്യത്യാസം. 45 അല്ല, നമുക്കറിയാം ഉത്തരം ഏതാണെന്ന്. എങ്കിലും ബാക്കി ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യുന്നു മാത്രം. അവസാനത്തെ ഓപ്ഷൻ 63. 63 തിരിച്ചിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് 36. ഓക്കെ. ഇനി വലുത് ഇവരുടെ വ്യത്യാസം 63 36 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 63 നിന്ന് 36 കുറച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് 27. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഈ 36 ചെയ്തപ്പോഴും വ്യത്യാസം 27 കിട്ടി, 63 ചെയ്തപ്പോഴും വ്യത്യാസം 27 കിട്ടി. ആ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ തെറ്റിക്കും. എന്താ സാധ്യത? തെറ്റിക്കാനുള്ള സാധ്യത എന്താ? രണ്ടിൻ്റെയും വ്യത്യാസം 63 36 ചെയ്തപ്പോൾ വ്യത്യാസം കിട്ടിയിരിക്കുന്നത് 27. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? അങ്ങനെ തിരിച്ചിട്ടപ്പോൾ കിട്ടിയ പുതിയ സംഖ്യ അല്ലേ, ആ സംഖ്യ ആയിരിക്കണം വലുത്. അത് 27 കൂടുതലായിരിക്കണം 27. അപ്പോൾ 36 തിരിച്ചിട്ടപ്പോൾ കിട്ടിയ 63 അല്ലടാ, 36നേക്കാൾ 27 കൂടുതലായി വരുന്നത്. ഇത് ഇവിടെ എന്താ സംഭവിച്ചത്? 63ന്റെ കേസിൽ എന്താ സംഭവിച്ചത്? 63 ശരിയാണ്, കൂട്ടുമ്പോൾ 6 3 കൂട്ടിയപ്പോൾ 9 കിട്ടി, സമ്മതിച്ചു. അതിനെ തിരിച്ചിട്ടപ്പോൾ 27 കുറയുക ചെയ്തത്, 27 കൂടുകയല്ല ചെയ്തത്. തിരിച്ചിട്ടപ്പോൾ കിട്ടിയ 36 എന്ന് പറയുന്ന സംഖ്യ 27 കുറഞ്ഞു വന്നു. ഓക്കെ. അപ്പം നമ്മുടെ ഉത്തരം 63 അല്ല, നമ്മുടെ ഉത്തരം ഉറപ്പാണ്, അത് 36. കിട്ടിയില്ലേ? എങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എയും ബിയും, എ എന്ന് പറയുന്ന ഒരക്കം, ബി എന്ന് പറയുന്ന ഒരക്കം, ഇത് 10ന് താഴെ വരുന്ന 2 എണ്ണൽ സംഖ്യകളാണ്. ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യയാണ് ഇവിടെ തന്നിരിക്കുന്നത്. BA അതുപോലെ B3. ഇവർ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയ ഗുണനഫലം 57A ആണ് എങ്കിൽ എയുടെ വില കണ്ടുപിടിക്കണം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ഒരു ചോദ്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? BAയെ B3 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാ? 57A ആണ്. 57A ആണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വിലയാണ്. എ എന്താണെന്നേ കണ്ടുപിടിക്കണ്ടു. എളുപ്പമുള്ള ചോദ്യമാണ്. എടാ, ഇവിടെ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്, അത് 3 ആണ് അല്ലേ? എ എന്ന് പറയുന്ന ആളെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എ വരണം, എന്നാലല്ലേ ഈ ലോജിക്ക് ശരിയാവുള്ളൂ. അപ്പോൾ ഗുണിക്കുന്ന സംഖ്യയും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയും സെയിം ആകണമെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. 3ന്റെ ഗുണന പട്ടികയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കടാ. 3നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒറ്റയുടെ സ്ഥാനത്ത് സെയിം ആകുക? 1 3 3, 2 3 6, 3 3 9, 4 3 12 ഒറ്റയുടെ സ്ഥാനത്ത് 2, 5 3 15 ഒറ്റയുടെ സ്ഥാനത്ത് 5. ഇനി 6 3 18, 7 3 21, 8 3 24. ഇത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കങ്ങൾ അടഞ്ഞാൽ ലാസ്റ്റ് എഴുതുന്നത്. 9 3
27, 10 3 30. 10 മുതൽ 30. 10ലും ലാസ്റ്റ് 0 ഉണ്ട്, ഇവിടെയും ലാസ്റ്റ് 0 ഉണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയും ബിയും എന്താണ് 10ന് താഴെയുള്ള രണ്ട് എണ്ണൽ സംഖ്യകളാണ്. 10 നമുക്ക് വേണ്ട. ഇനി നോക്കിക്കടാ, ഇവിടെ ഒരേപോലെ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എയും ബിയും ഒരുപോലെ വരുന്നത് ആരാ? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ മാത്രമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിക്കാടാ, എയുടെ വില ഉറപ്പായിട്ടും അത് 5 ആയിരിക്കും. ഓക്കെ, ഇവിടെ ബി 5 ഗുണിക്കണം B3 ചെയ്ത് 575 ഉത്തരം. ഇവിടെ ഒരു ശിഷ്ടം 1. ഓക്കെ, നമ്മളോട് ബി കാണാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും ബി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഇവിടെ ബി 2 സെയിം ആണ്. ഓക്കെ, 2 അക്ക സംഖ്യകളാണ്. ഞാൻ ഈ ബീന് 1 പരിഗണിച്ചാൽ 10 ഗുണം 10 100ന് മുകളിലുള്ള ഒരു ഉത്തരമായിരിക്കണം കിട്ടേണ്ടത്. ഇവിടെ 575 100ന് മുകളിലാണ്, പക്ഷെ അടുത്തെത്തിയിട്ടില്ല. ഞാൻ ബീനെ 2 പരിഗണിച്ചാൽ ഞാൻ 20 ഗുണം 20 നോക്കാം, 400. ഓക്കെ, ഏറെക്കുറെ ഒപ്പിക്കാം. ഇനി 5 3 കൂടിയൊക്കെ കൂട്ടി നോക്കാം നമുക്ക്. 30 ഗുണം 30 അത് 900 ആണ്. അപ്പോൾ 30 എന്തായാലും അല്ല. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആള് 20 ആണ്. 400 ആണ് 575നോട് ചേർന്ന് നിൽക്കുന്നത്. 900ന് മുകളിലുള്ള സംഖ്യ അല്ല 575. സോ നമുക്ക് 400ന് മുകളിലാണ് 575. സോ നമുക്ക് 20ന് മുകളിലുള്ള സംഖ്യകളാണ് 25ഉം B5ഉം B3. അപ്പോൾ 25 ആയിരിക്കും അങ്ങേര്, വേറെ ഡൗട്ടില്ല. 20ന് മുകളിലാണ് അയാൾ. സോ B5 എന്ന് പറയുന്നത് 25ഉം B3 എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഇവരെ ഗുണിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും 575 കിട്ടിയിരിക്കും. ഓക്കെ, ഇത് ചോദിച്ചിട്ടില്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എയുടെ വില മാത്രമാണ്. സോ എ എന്ന് പറയുന്നത് 5. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്തേക്ക് പോകാം. 1 ലക്ഷത്തിൽ എത്ര ആയിരങ്ങളുണ്ട്? 1 ലക്ഷത്തിൽ എത്ര ആയിരങ്ങളുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലേ. നമുക്ക് എങ്ങനെ ചെയ്യാം? 1 ലക്ഷത്തിൽ 1, 10, 100, 1000, 10,000, ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര ആയിരങ്ങൾ? 1000 കൊണ്ട് ഭാഗിച്ചാൽ പോരെ? എത്ര ആയിരങ്ങൾ? 3 പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരമായി എത്ര ആയിരങ്ങളുണ്ട്? 1 ലക്ഷത്തിൽ 100 ആയിരങ്ങൾ. 1 ലക്ഷത്തിൽ 100 ആയിരങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരം തിരിച്ചാൽ മൂന്നാമത് വരുന്ന സംഖ്യ ഏത്? കുറേ സംഖ്യകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കണം. എന്താണ് ഈ അവരോഹണം, ആരോഹണം? പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പം അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. ആരോഹണക്രമം, അവരോഹണക്രമം, ആരോഹണം, അവരോഹണം. ഓക്കെ, ഇതെന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. എന്തായാലും സംഖ്യകളെ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും ക്രമീകരിക്കുന്ന രീതികളെ പറയുന്ന പേരുകളാണ് ആരോഹണമെന്നും അവരോഹണമെന്നും. മക്കളെ, ഈ ആരോഹണം ഇനി ഏതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ ഏതാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ 2 വഴികൾ പറഞ്ഞുതരാം. നോക്കിക്കേ, ആരോഹണത്തിലാകെ എത്ര വാക്കുകളുണ്ട്? 1, 2, 3, 4. 4 വാക്കുകളുണ്ട്. അവരോഹണത്തിലോ 1, 2, 3, 4, 5. ആരാ ഇതിൽ വലുത്? വലുതാരാ? വലുത് അവരോഹണമാണ്. അതിൽ 5 ആളുണ്ട്. ആരോഹണത്തിൽ അതിൽ 4 ആളേ ഉള്ളൂ. അപ്പോൾ വലിയ ആൾ അവരോഹണമായത് കൊണ്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. വലിയ ആൾ അവരോഹണമാണ്. സോ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇനി ചെറിയ ആളാരാ? ആരോഹണമാണ്. അതിൽ 4 അക്ഷരങ്ങളേ ഉള്ളൂ. 4 അക്ഷരങ്ങളേ ഉള്ളൂ. സോ ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്.
ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ ഒരു വഴി കൂടി പറഞ്ഞുതരാം. എടാ, ആരോഹണത്തിൽ 4 അക്ഷരങ്ങളേ ഉള്ളൂ, അവരോഹണത്തിൽ 5 അക്ഷരങ്ങളുണ്ട്. ഏതാണ് അധികമായി വന്നിരിക്കുന്ന അക്ഷരം? ആരോഹണത്തിൽ ഇല്ലാത്ത, അവരോഹണത്തിൽ മാത്രമുള്ള ഒരക്ഷരം, അത് വായാണ്. വായുള്ള ആള് വലുത്. ഓക്കെ, വായുള്ള ആള് വലുത്. സോ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. വായില്ലാത്ത ആള് ചെറുത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. സെറ്റായോ? അപ്പോൾ ആരോഹണം എന്താണ്, അവരോഹണം എന്താണ് എന്ന് സെറ്റായെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കണം. അവരോഹണ ക്രമം എന്താണെന്ന് ഇപ്പം നമ്മൾ പഠിച്ചു. എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഈ തന്നിരിക്കുന്ന സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. ഏതാ ഏറ്റവും വലുത്? തന്നിരിക്കുന്നതിൽ 525 ഏറ്റവും വലുത്. എഴുതി. ഓക്കെ, അങ്ങനെ തരംതിരിച്ചാൽ മൂന്നാമത് വരുന്ന സംഖ്യ ഏതാണെന്ന് മൊത്തം എഴുതാൻ നിൽക്കേണ്ട, മൂന്നാമത്തെ സംഖ്യ മാത്രം നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ വലുത് ഏതാ? 525 കഴിഞ്ഞാൽ അടുത്ത 425. ഇനി മൂന്നാമത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് 325 മതി. നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടി, അത്രയേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അത് 325. സെറ്റല്ലേ? നമുക്ക് അടുത്തേക്ക് പോവാം മക്കളെ. അങ്ങനെ നമ്മുടെ 15ാമത്തെ ചോദ്യം, 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. നമ്മളിത് ചെയ്യുന്ന വഴി എന്താ? കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യകളെല്ലാം കൊണ്ടും പൊതുവായി പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ് എന്ന് ചോദ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാം ഘടകങ്ങൾ ഘടകക്രിയ ചെയ്ത് അതിൻ്റെ LCM കണ്ടുപിടിക്കും അല്ലേ? ചെറു പൊതുഗുണിതം, ചെറിയ സംഖ്യ, ചെറിയ പൊതുഗുണിതം കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ല വേണ്ടത്. അങ്ങനെ ഹരിക്കുമ്പോൾ 5 ശിഷ്ടം കിട്ടണം. സെയിം പരിപാടി ചെയ്താൽ മതി. പൂർണ്ണമായി ഹരിക്കാൻ ചോദിച്ചാലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ അതിൻ്റെ LCM കണ്ടുപിടിക്കും. എത്ര സംഖ്യകൾ തന്നിട്ടുണ്ടോ അതിൻ്റെ LCM കണ്ടുപിടിക്കും. ആ LCM ആയിരിക്കും, ആ ചെറു പൊതുഗുണിതമായിരിക്കും ഈ തന്ന സംഖ്യകളെ കൊണ്ടെല്ലാം ഹരിക്കാൻ, പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇനി ശിഷ്ടം 2 വരണമെങ്കിൽ ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ നമ്മൾ 2 കൂട്ടും. ശിഷ്ടം 3 വരണമെങ്കിൽ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ 3 കൂട്ടും. ഇവിടെ ശിഷ്ടം 5 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കിട്ടുന്ന ചെറു പൊതുഗുണിതത്തിൻ്റെ കൂടെ LCMൻ്റെ കൂടെ 5 കൂട്ടിയാൽ മതി. നമുക്ക് LCM കണ്ടുപിടിക്കാം. ശരിയായ വഴി, LCM കണ്ടുപിടിക്കാനുള്ള ശരിയായ വഴി 8, 9, 10, 15, 20. ഇതിനെ എന്തുകൊണ്ട് ചെറുതാക്കാം? 2 കൊണ്ട് ചെറുതാക്കാം അല്ലേ? 8ൽ 4, 9 പറ്റില്ല എഴുതി, 10ൽ 5, 15 പറ്റില്ല അങ്ങനെ തന്നെ എഴുതി, 20ൽ 10. ഇനി വീണ്ടും ഞാൻ 2 കൊണ്ട് ചെറുതാക്കുന്നു. 4ൽ 2, 9 പറ്റില്ല, 5 പറ്റില്ല, 15 പറ്റില്ല, 10ൽ 5. ഓക്കെ, ഞാൻ 3 കൊണ്ട് ചെറുതാക്കുന്നു. 3 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 2 പറ്റില്ല, 9ൽ 3 മൂന്നുകൾ, 5 പറ്റില്ല എഴുതി, 15ൽ 5 മൂന്നുകൾ 5. ഓക്കെ, ഞാൻ 5 കൊണ്ട് ചെറുതാക്കുന്നു. 5 കൊണ്ട് ചെറുതാക്കിയപ്പോൾ 2 പറ്റില്ല, 3 പറ്റില്ല, 5ൽ 1, 5ൽ 1, 5ൽ 1 കഴിഞ്ഞു. LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. ഈ സംഖ്യകളെ മുഴുവൻ L ഷേപ്പിൽ ഗുണിക്കണം. 2 ഗുണം 2 ഗുണം 3 ഗുണം 5 ഗുണം 2 ഗുണം 3. ഇനി ഇവരെ ഗുണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? അതെല്ലാം ഒന്നാണ്. ഏത് സംഖ്യേനെയും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ ഉത്തരമായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുണിക്കുന്ന സംഖ്യകൾ 2 ഗുണം 2 ഗുണം 3 ഗുണം 5 ഗുണം 2 ഗുണം 3. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ മൊത്തത്തിൽ ഗുണിക്കുന്നതിന് പകരം ഏതെങ്കിലും സംഖ്യകൾ ചേർത്ത് 10ഓ 100ഓ ഒക്കെ ആക്കാൻ പറ്റുമോ നോക്കും, ഗുണിക്കാനുള്ള എളുപ്പത്തിന്. എനിക്കിവിടെ 5ഉം 2ഉം ചേർത്ത് കഴിഞ്ഞാൽ 10 കിട്ടും അല്ലേ? 5 ഗുണിക്കണം 2 10ആണ്. അപ്പം ഞാൻ 5ഉം 2നും ഞാൻ അതിൻ്റെ ചേർത്ത് വെച്ചു. 5 ഗുണിക്കണം 2 10. ബാക്കിയുള്ളവരെ ഞാൻ ഗുണിക്കും. 3 ഗുണിക്കണം 3 9ആണ്. 9 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ഇരട്ടി എത്രയെന്ന് ചോദ്യം. 9ൻ്റെ ഇരട്ടി 18. 18 ഗുണിക്കണം 2, 18 ഗുണിക്കണം 2ൻ്റെ ഉത്തരം 36.
ഓക്കെ, അങ്ങനെ 36. ഇവിടെ ഒരു 10 നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 10 നമ്മൾ വിട്ടുപോകരുത്. അപ്പം 36 ഗുണിക്കണം 10, നമ്മുടെ ഉത്തരം കിട്ടി 360. ഇനി ചോദ്യം 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമേ വരാത്ത സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 360 എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് വരണം? അങ്ങനെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ചെറുപൊതുഗുണിതത്തിൻ്റെ കൂടെ ഒരു 5 കൂടി കൂട്ടും. അങ്ങനെ 360ൻ്റെ കൂടെ 5 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അത് 365. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇത്രയും സെറ്റ് അല്ലടാ? നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി എന്നിട്ട് അതിൻ്റെ ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ അതിൻ്റെ തുകയായ സംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുകൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ, ഇത് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അറിയേണ്ടത് മക്കളെ? ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാനൊരു 2 അക്ക സംഖ്യ എഴുതുകയാണ്, ഒരു 36. ഞാനത് തിരിച്ചെഴുതുന്നു, അത് 63. തിരിച്ചപ്പോൾ എനിക്ക് 63 കിട്ടി. ഞാൻ ഇവരെ തമ്മിൽ കൂട്ടി എന്ന് വിചാരിച്ചോ, എനിക്ക് എത്ര കിട്ടൂടാ? 99 കിട്ടും അല്ലേ? 99 കിട്ടും. ഇനി ഞാൻ വേറൊരു സംഖ്യ എടുക്കുന്നു, എത്ര? 78. തിരിച്ചിട്ടപ്പോൾ 87 കിട്ടി. കൂട്ടിയാൽ എത്ര കിട്ടും? 8 7 15, 8 7 15 16, 165 കിട്ടി. ഇങ്ങനെ ഒരു 2 അക്ക സംഖ്യ, ആ 2 അക്ക സംഖ്യയെ തിരിച്ചിടുന്നു, അവരെ തമ്മിൽ പരസ്പരം കൂട്ടുന്നു. ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളെപ്പോഴും 11ൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകൾ എപ്പോഴും 11ൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോ, ഏത് സംഖ്യേനെയും തിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കൂട്ടുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്, കൂട്ടിക്കഴിഞ്ഞാൽ അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി കുറച്ചാലോ? അങ്ങനെ ഒരു ഡൗട്ട് വരില്ല നിങ്ങൾക്ക്. കുറച്ച് കഴിഞ്ഞാൽ അത് 9ൻ്റെ ഗുണിതങ്ങളായിരിക്കും. കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം 9ൻ്റെ ഗുണിതങ്ങളായിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം ചട്ടപ്പട്ടയെന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ചെയ്യണ്ടല്ലോ. ചോദ്യത്തിൽ എന്തായിരുന്നു? ഒരു 2 അക്ക സംഖ്യ, അതിനെ തിരിച്ചിട്ടു, എന്നിട്ട് ആദ്യ സംഖ്യയോടൊപ്പം കൂട്ടി. അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നത് താഴെ പറയുന്നവയിൽ ഏത് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ചോദ്യം. അതെത്രയാണ്? 11. ഇനി ഡൗട്ടില്ലല്ലോ. നമുക്കെന്താ അടുത്തേക്ക് പോവാം. അപ്പോൾ 16ാമത്തെ ചോദ്യം വരെ നിങ്ങളെ സെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക. ഇനി അഭാജ്യ സംഖ്യകൾ എന്താണ് എന്നുള്ളതല്ലേ അടുത്തത് അറിയേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഞാൻ തൊട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് പോയത്. പക്ഷെ ഇതിൽ ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് അഭാജ്യ സംഖ്യകൾ? ഭാജിക്കാൻ കഴിയാത്ത സംഖ്യകൾ എന്ന് വെച്ചാൽ പ്രൈം നമ്പറുകൾ എന്ന് ഇംഗ്ലീഷിലും അഭാജ്യ സംഖ്യകളെന്നോ അവിഭാജ്യ സംഖ്യകളെന്നോ മലയാളത്തിലും പറയുന്ന സംഖ്യകളാണ് ഈ ടൈപ്പ് സംഖ്യകൾ. ഓക്കെ, ഇനി എന്താണ് അഭാജ്യ സംഖ്യകൾ? ആ സംഖ്യകൾക്ക് 2 ഘടകങ്ങളെ ഉണ്ടാകുള്ളൂ. ഓക്കെ, 2 ഘടകങ്ങളെ ഉണ്ടാകൂ. 2 ഘടകങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിലൊരു ഘടകം ഒന്നായിരിക്കണം. രണ്ടാമത്തെ ഘടകം എന്തായിരിക്കണം? സെയിം നമ്പർ ആയിരിക്കണം, അതേ സംഖ്യ ആയിരിക്കണം. ഒരു ഉദാഹരണത്തിന് 1 എന്ന് പറയുന്ന സംഖ്യ, അതിൻ്റെ ഘടകം എന്താ? 1 മാത്രമാണ്. എടാ, 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാടാ? 1ഉം 2ഉമാണ്. 3 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1 3. 4 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ 1 2 4. 5 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് 2 ഘടകങ്ങളേ ഉള്ളൂ, അത് 1ഉം 5ഉം അല്ലേ? 6ന്റെ ഘടകങ്ങൾ 1 2 3 6. ഇനി 7ന്റെ ഘടകങ്ങൾ 1ഉം 7ഉം മാത്രം. 8ന്റെ ഘടകങ്ങൾ 1 2 4 8. 9ന്റെ ഘടകങ്ങളോ 1 3 9. ഓക്കെ അല്ലേ? ഇനി 10ന്റെ ഘടകങ്ങളോ 1 2 5 10. ഇനി നോക്കിക്കടാ, ഞാൻ പറഞ്ഞത് എന്താ? 2 ഘടകങ്ങളെ വരാൻ പാടുള്ളൂ, പക്ഷെ 2 ഘടകങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നിന് നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, സാറ് പറഞ്ഞു എന്താ,
1 ഘടകമായിട്ട് വന്നു, 1 സെയിം നമ്പറാണ്, അതും ഘടകമായിട്ട് വന്നു. പക്ഷേ ഞാൻ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ 1നെ നമുക്ക് പ്രൈം നമ്പറായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? 2 ഘടകങ്ങളെങ്കിലും വേണം. ഇങ്ങേർക്ക് 1 ഘടകമേ ഉള്ളൂ. സോ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല. അപ്പോൾ 1 ഒരു പ്രൈം നമ്പരല്ല. 2ഓ? 2ന് 2 ഘടകമേ ഉള്ളൂ. അതിലൊന്ന് 1ആണ്. രണ്ടാമത്തെ ഘടകം സെയിം നമ്പറാണ്, 2 തന്നെയാണ്. 2 പ്രൈം നമ്പറാണ്. 3 പ്രൈം നമ്പറാണ്. 4 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്, കട്ട് ചെയ്തു. 5 പ്രൈം നമ്പറാണ്. 6 കട്ട് ചെയ്തു. 7 പ്രൈം നമ്പറാണ്. 8 കട്ട് ചെയ്തു. 9 കട്ട് ചെയ്തു. 10 കട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ 10ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 10ന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7. 2, 3, 5, 7. ഇനി 10ന് മുകളിലുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ, 10ന് മുകളിലുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ 6ന്റെ ഗുണിതങ്ങൾ ഓർത്താൽ മതി. 6ന്റെ ഗുണിതങ്ങൾ ഞാനിവിടെ സൈഡിൽ എഴുതാം. 10ന് താഴെ 2, 3, 5, 7. ഇനി 10ന് മുകളിൽ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, 36, 42, 48, 54, 60, 66, 72, 78, 84, 90, 96. 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഈ വഴി വെച്ച് നമുക്ക് കണ്ടെത്താം. എങ്ങനെ? 6ന്റെ മൾട്ടിപ്പിൾ എഴുതുക, അതിൻ്റെ തൊട്ട് മുൻപിലുള്ള സംഖ്യയും തൊട്ട് പുറകിലുള്ള സംഖ്യ എഴുതുക. 6ന്റെ മുന്നിൽ ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 11, ഇവിടെ 13, ഇവിടെ 17, ഇവിടെ 19, ഇവിടെ 23, അപ്പുറത്ത് 25, ഇവിടെ 29, ഇവിടെ 31, ഇവിടെ 35, ഇവിടെ 37, ഇവിടെ 41, ഇവിടെ 43, ഇവിടെ 47, ഇവിടെ 49, ഇവിടെ 53, ഇവിടെ 55, ഇവിടെ 59, ഇവിടെ 61, ഇവിടെ 65, ഇവിടെ 67, 71, 73, 77, 79, 83, 85, 89, 91, 95, 97. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്താ? 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതി, അതിൻ്റെ മുൻപിൽ വരുന്ന സംഖ്യയും പുറകിൽ വരുന്ന സംഖ്യയും എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ എഴുതിയിരിക്കുന്നതിൽ 5ൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ 5ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകളെ കട്ട് ചെയ്ത് കളയാം. 6ന്റെ മൾട്ടിപ്പിൾസ് ഒരിക്കലും അഭാജ്യ സംഖ്യയല്ല. ഇനി എന്തും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയണം. 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ അഥവാ 5ന്റെ മൾട്ടിപ്പിൾസ് കൂടി കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതൊക്കെയാ 5 കട്ട് ചെയ്യാം. ഓക്കെ, 5 കട്ട് ചെയ്തു. വേറെ 25. ഓക്കെ, 5 കട്ട് ചെയ്തു, 25 കട്ട് ചെയ്തു, ഇവിടെ 35 കട്ട് ചെയ്തു, വേറെ ഇവിടെ 55 കട്ട് ചെയ്തു, 65 കട്ട് ചെയ്തു, 85 കട്ട് ചെയ്തു, 95 കട്ട് ചെയ്തു. ഓക്കെ, കഴിഞ്ഞില്ലടാ. ഇനി 7ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. 7ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന ആളുകൾ 7നെ കട്ട് ചെയ്യരുത്. കാരണം 7 പ്രൈം നമ്പറാണ്, 10ന് താഴെയുള്ള ആളാണ്, അതവിടെ ഇരിക്കട്ടെ. വേറെ 2 ആളുകളുണ്ട്. ആരൊക്കെ? 7 ഗുണിക്കണം 7 49, അത് വേണ്ട, കട്ട് ചെയ്യാം. 11 ഗുണിക്കണം 7 77, അതും വേണ്ട, കട്ട് ചെയ്യാം. 13 ഗുണിക്കണം 7 91. ഇത്രയും ആളുകളെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്നതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 100 വരെയുള്ള അഭാജ്യ സംഖ്യകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. എന്താ നമ്മൾ ചെയ്തത്? 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതി, അതിൻ്റെ മുന്നിൽ വരുന്ന ആളുകളെയും പിന്നിൽ വരുന്ന ആളുകളെയും എഴുതി. ആ എഴുതിയതിൽ 5ന്റെ ഗുണിതങ്ങളുണ്ടോ? കട്ട് ചെയ്തു. 7ന്റെ ഗുണിതങ്ങളുണ്ടോ? കട്ട് ചെയ്തു. 11ന്റെയോ 13ന്റെയോ ഗുണിതങ്ങളുണ്ടോ? കട്ട് ചെയ്തു. ബാക്കി വരുന്നത് മാത്രമാണ് എന്ത്? അഭാജ്യ സംഖ്യകൾ. അപ്പോൾ നമുക്ക് നോക്കാം. 10 വരെയുള്ള ആളുകളെ ഞാനിവിടെ എഴുതി. ഇനി 10നും 20നും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ, 10നും 20നും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ?
11, 13, 17, 19. സെറ്റ്. 20-നും 30-നും ഇടയിൽ 23-ഉം 29-ഉം 30 വരെ സെറ്റ്. ഇനി 30-നും 40-നും ഇടയിൽ 31-ഉം 37-ഉം മാത്രം. 31,37 കഴിഞ്ഞു. ഇനി 40 മുതൽ 50 വരെ 41, 43, 47, 41, 43, 47. ഇനി 50 മുതൽ 60 വരെ 2 ആളുകൾ. 53-ഉം 59-ഉം. 60 മുതൽ 70 വരെ അവിടെയും 2 ആളുകൾ. ആരൊക്കെ? 61-ഉം 67-ഉം. 70 മുതൽ 80 വരെ 71, 73, 79. ഓക്കെ. ഇനി 80 മുതൽ 90 വരെ 2 ആളുകൾ. ആരൊക്കെ? 83, 89. 83, 89. ഇനി 90 മുതൽ 100 വരെ ഒരേ ഒരാള്. അത് 97. ഇത്രയുമാണ് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ. എത്ര പേര്? 1-നും 10-നും ഇടയിൽ. ഓക്കെ, ഇത് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. 1-നും 10-നും ഇടയിൽ 4 ആളുകൾ. 10-20 4 ആളുകൾ. 20-നും 30-നും ഇടയിൽ 2 ആളുകൾ. 30-40 2 ആളുകൾ. 40-നും 50-നും ഇടയിൽ 3 ആളുകൾ. 50-60 50-നും 60-നും ഇടയിൽ 2 ആളുകൾ. 60-നും 70-നും ഇടയിൽ 2 ആളുകൾ. 70-നും 80-നും ഇടയിൽ 3 ആളുകൾ. 80-90 2 ആളുകൾ. 90-100 ഒരാൾ. ഓക്കെ, അത് ചിലരിങ്ങനെ കോഡ് പോലെയൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. 44 22 322 321. 44 22 322 321. ഓക്കെ, 22 44 322 321. ഇത് കോഡ് പോലെ പഠിച്ചാലും മതി. അപ്പോൾ അഭാജ്യ സംഖ്യകൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിച്ചു. ബാക്കി നമുക്ക് ഇനി വരുമ്പോൾ പറയാം. ഇനി ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാടാ? 2, 3, 5, 7. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവല്ലേ. ഇവിടെ കയറി 9 എഴുതാൻ തോന്നും. നിങ്ങൾ അങ്ങനെ 9 എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി നോക്കിക്കേ. 1 2 3 4 5 കൂട്ടിയാൽ 9 7 16 5 21 3 24 2 കിട്ടുന്നത് 26 ആയിരിക്കും. ഓപ്ഷനിൽ ഉറപ്പായിട്ട് ആരുണ്ട്? യെസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തെറ്റിക്കാൻ കിടക്കുന്ന 26 ഇവിടെ ഉണ്ട്. 26 ഉണ്ട്. ചെയ്യരുത്. 9 അഭാജ്യ സംഖ്യയല്ല. നമ്മുടെ മനസ്സിലിടയ്ക്ക് അങ്ങേര് കയറി വരും. തട്ടിക്കളഞ്ഞേക്കണം. 9 അഭാജ്യ സംഖ്യയല്ല. 9 അഭാജ്യ സംഖ്യയല്ല. ഓക്കെ, അപ്പോൾ 9 ഇല്ല. അത് കഴിഞ്ഞാൽ 5-മത്തെ ആളാരാ? 5-മത്തെ ആള് 11 ഇവരെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ശരിയായ ഉത്തരം. 11 7 18 5 23 3 26 2 കിട്ടുന്നത് 28. 28 ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഉത്തരം. ഇത്രയും സെറ്റ് അല്ലേ? നമുക്ക് അടുത്തേക്ക് പോകാം. മക്കളെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം എങ്ങനെയാണ്? 18-ാമത്തെ ചോദ്യം അനകസംഖ്യയെക്കുറിച്ചുള്ള ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതണം. ഏതൊക്കെയാണ് ശരിയായതെന്ന് തിരഞ്ഞെടുക്കണം. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ ഒഴിവാക്കിയാൽ
കിട്ടുന്നതാണ് അനകസംഖ്യ. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അത് ടൈപ്പ് ചെയ്ത പോകുന്ന മിസ്റ്റേക്ക് ആണെന്നാണ് വിചാരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ വായിക്കണം: ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുകയിൽ നിന്നും ആ സംഖ്യ ഒഴിവാക്കിയാൽ അതേ സംഖ്യ കിട്ടുന്നെങ്കിൽ അതാണ് അനകസംഖ്യ എന്ന് തിരുത്തി വായിക്കണേ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുകയിൽ നിന്നും അതേ സംഖ്യ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് അതേ സംഖ്യയാണെങ്കിൽ അതാണ് അനകസംഖ്യ എന്ന് തിരുത്തി വായിക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഞാൻ അനകസംഖ്യയെക്കുറിച്ച് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ തരത്തിൽ വായിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ പറഞ്ഞടാ? ശരിയാണോ തെറ്റാണോ? അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക, അല്ലേ, ഒരു സംഖ്യയുടെ ഘടകങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളാണ് അനകസംഖ്യകൾ. ഞാൻ 2 ഡെഫിനേഷൻ പറഞ്ഞു, അല്ലേ? അനകസംഖ്യകൾക്ക് 2 ഡെഫിനേഷൻ പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ഡെഫിനേഷൻ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ ഘടകങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ അത്തരം സംഖ്യകളെ അനകസംഖ്യകൾ എന്ന് പറയാം. അതും ശരിയാണ്. 496 ഒരു അനകസംഖ്യ അല്ല. 496 ഒരു അനകസംഖ്യയല്ല. ശരിയാണോ? ഏതൊക്കെ അനകസംഖ്യകൾ? 6, 28, 496, 8128. 496 എന്താണ്? ഒരു അനകസംഖ്യയാണ്, പെർഫെക്റ്റ് നമ്പറാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരിയായ ഓപ്ഷൻ എന്താ? 1, 2 പ്രസ്താവനകൾ ശരി, മൂന്നാമത്തേത് തെറ്റ്, അതല്ലേ? ഇനി ബി, 1, 2 പ്രസ്താവനകൾ തെറ്റ്, 3 ശരി അല്ല. നമ്മളിനി അടുത്ത ഓപ്ഷൻ ഒന്നും വായിക്കേ വേണ്ട. നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്തേക്ക് പോകാം. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 19ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു 5 അക്ക സംഖ്യയെ തിരിച്ചെഴുതി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ഉത്തരമായി വരാൻ സാധ്യത ഇല്ലാത്ത, അങ്ങനെ ഉത്തരമായി വരാത്ത സംഖ്യ ഏതാണെന്ന ചോദ്യം. ഞാൻ തൊട്ട് മുൻപ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഞാൻ 2 അക്ക സംഖ്യകൾ പരസ്പരം തലതിരിച്ച് കൂട്ടിയാൽ അതെപ്പോഴും 11ൻ്റെ ഗുണിതമായിരിക്കും, അല്ലേ? 2 അക്ക സംഖ്യകളെ തലതിരിച്ചു കൂട്ടി, അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നത് എപ്പോഴും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മക്കളെ, അതേ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എത്ര അക്കങ്ങളാണെങ്കിലും ശരി, ആ സംഖ്യ, ഇപ്പോൾ ഒരു 4 അക്ക സംഖ്യയാണെന്ന് വിചാരിക്കുക. ആ 4 അക്ക സംഖ്യയെ തലതിരിച്ചിടുക. ഇപ്പോൾ ഒരു 1, 2, 3, 4 തലതിരിച്ചിട്ടാൽ 4, 3, 2, 1. അങ്ങനെ തലതിരിച്ചിട്ടു അവരെ തമ്മിൽ കുറച്ചാൽ അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ആ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലേ? ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഇനി 9ൻ്റെ ഗുണിതമാണോ എന്നെങ്ങനെ പരിശോധിക്കും ഒരു സംഖ്യയെ? നമുക്കൊരു സംഖ്യ തന്നു, അത് 9ൻ്റെ ഗുണിതമാകണമെങ്കിൽ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ആ സംഖ്യയിലുള്ള അക്കങ്ങൾ ഓരോന്നും കൂട്ടി അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് അത് 9 ആണോ എന്ന് പരിശോധിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നിരിക്കുന്ന അക്കങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ ചേർത്ത് 9 ആക്കുക, ആ 9കളെ ഒഴിവാക്കുക. പൂർണ്ണമായും 9കളെ ഒഴിവാക്കാൻ പറ്റിയാൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 9 കൊണ്ട് ഗുണിക്കാൻ കഴിയും. 9ൻ്റെ ഗുണിതമാണ്, 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. പൂർണ്ണമായും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നില്ലെങ്കിൽ അത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, നമുക്കിതിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. ഓപ്ഷൻ എ 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സംഖ്യകളുടെ വ്യത്യാസമായി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. 9 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. 9 ഉണ്ട്, 9 ഉണ്ട്. ഈ 8ഉം 1ഉം ചേർത്ത് 9 ആക്കാം. ബാക്കി 0ത്തിന് നമുക്ക് വിലയില്ല, പോട്ടെ. അപ്പോൾ എല്ലാവരെയും നമുക്ക് വെട്ടിക്കളയാൻ സാധിച്ചു. സോ ഓപ്ഷൻ എ 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്,
അതായത് സംഖ്യകളെ തമ്മിൽ പരസ്പരം തലതിരിച്ച് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ അതിൻ്റെ ഉത്തരമായി വ്യത്യാസമായി വരാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ സാധ്യതയുണ്ട്. ഇനി ഓപ്ഷൻ ബി, ഇവിടെ 9 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്തു, ബാക്കി വരുന്നത് 1 1നെ നമുക്കിനി കട്ട് ചെയ്യാൻ ഒരു 8 കൂടി ഉണ്ടായിരുന്നെങ്കിൽ 8ഉം 1ഉം ചേർത്ത് 9 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യായിരുന്നു. ഇവിടെ 1 ഉള്ളൂ, കട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനർത്ഥം ഈ സംഖ്യ 9ൻ്റെ ഗുണിതമല്ല, ഒരിക്കലും വ്യത്യാസമായിട്ട് ഈ സംഖ്യ വരില്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മറ്റേ നോക്കാം, ഓപ്ഷൻ സി. 9 കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു, ഇവിടെ ഒരു 9 കട്ട് ചെയ്തു, ഈ 8ഉം 1ഉം ചേർത്ത് കട്ട് ചെയ്തു, മൊത്തത്തിൽ കട്ട് ചെയ്യാം. അടുത്തതോ 3 9കൾ കട്ട് ചെയ്തു, ഇവിടെ ഒരു 1ഉം ഈ ഒരു 8ഉം ചേർത്ത് മൊത്തത്തിൽ കട്ട് ചെയ്യാം. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 20ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ അഭാജ്യ സംഖ്യകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? 1 മുതൽ 20 വരെ ആകെ എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 20 വരെ ആകെ 20 സംഖ്യകളുണ്ട്. 20ൽ എത്ര അഭാജ്യ സംഖ്യകൾ എന്നാണ് ചോദ്യം. 20ൽ എത്ര അഭാജ്യ സംഖ്യകൾ? നമുക്കറിയാം 1 മുതൽ 10 വരെ എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. 1 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യകൾ. 10 മുതൽ 20 വരെ എത്ര അഭാജ്യ സംഖ്യകൾ? അപ്പോഴും 4 അഭാജ്യ സംഖ്യകളാണ്. അങ്ങനെ ആകെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? 8 അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ വരുന്നത്. സെറ്റാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, അടുത്ത ചോദ്യവും ശരാശരി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 654? തുടർച്ചയായ മക്കളെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം എങ്ങനെയാണ്? തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 654 എന്നതാണ് ചോദ്യം. എടാ, ഇവിടെ ഒരു 2 കാര്യം മനസ്സിലേക്കൊന്ന് എടുത്താൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. എന്താണ് ആ കാര്യങ്ങൾ? നമുക്ക് നോക്കാം. 1, നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ 654 എന്ന് പറയുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണ്, അല്ലേ? ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ ഏതെങ്കിലും ഒരു 2 ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 2 എണ്ണൽ സംഖ്യകൾ കൂട്ടാണ്. 2 3 കൂട്ടിയാൽ 5, അല്ലെങ്കിൽ 3 4 കൂട്ടിയാൽ 7, അല്ലെങ്കിൽ 8 9 കൂടി കൂട്ടിയാൽ 17. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 2 എണ്ണൽ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ അതെപ്പോഴും ഒറ്റ സംഖ്യകളാകുള്ളൂ, അല്ലേ? അതെപ്പോഴും ഒറ്റ സംഖ്യകളാകുള്ളൂ. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി 3 കൂട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. ഏതിന്? 1 + 2 + 3, 3 2 5 3 6. ഇനി 2 + 3 + 4 9, 3 + 4 + 5 12, 4 + 5 + 6 15. മക്കളെ, 3 കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യതയ്ക്കൊപ്പം തന്നെ ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന 654 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. ആ 654 ഇരട്ട സംഖ്യ ആകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടണം? എത്ര എണ്ണൽ സംഖ്യ കൂട്ടണം? നമ്മൾ 2 ഏറ്റവും കുറഞ്ഞതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2 വെച്ച് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ഒറ്റ സംഖ്യകളാണ്. പക്ഷേ അവിടെ 3 വെച്ചപ്പോൾ എന്താണ് അവിടെ ഒരു സാധ്യത? ഉത്തരം ഒറ്റ സംഖ്യയും വരുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ആരും വരാം, ഇരട്ട സംഖ്യകളും വരാം. അപ്പോൾ നമ്മൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. എന്താ? ഒന്നാമത്തെ കാര്യം, ആ ഉത്തരങ്ങളിൽ
ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ, ഈ ഇങ്ങനെ മൂന്നെണ്ണം അടുപ്പിച്ച് വരുന്ന മൂന്നെണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 3ന്റെ മൾട്ടിപ്പിളാണ്. വേറെ ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കാം. തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നടുവിലുള്ള ആളെ കിട്ടും. ഒരു ഉദാഹരണത്തിന് 4 + 5 + 6 നമ്മൾ കൂട്ടിയപ്പോൾ കിട്ടിയത് 15. എടാ, ഈ 15നെ എണ്ണം എത്ര എണ്ണം? 1, 2, 3. എണ്ണമായ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് നടുവിലിരിക്കുന്ന 5നെ അല്ലേ. ഇത് ഇവിടെ നോക്കിക്കേ, 3 + 4 + 5 കൂട്ടിയപ്പോൾ 12. എണ്ണമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ 12നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടുന്നത് നടുവിലുള്ള 3നെ. 2 + 3 + 4 കൂട്ടിയാൽ കിട്ടിയത് 9. അതിനെ എണ്ണമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നടുവിൽ കിടക്കുന്ന 3. 1 + 2 + 3 കൂട്ടിയപ്പോൾ കിട്ടിയത് 6. 6നെ എണ്ണമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടുന്നത് നടുവിലുള്ള 2നെ. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും കുറഞ്ഞത് 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന 3 എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 3ന്റെ ഗുണിതമാണ്. മൂന്നാമത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്താ, ഈ ഉത്തരം കൂട്ടിക്കിട്ടുന്ന ഉത്തരം വെച്ച് ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കൂട്ടിക്കിട്ടുന്ന തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശരാശരി അല്ലെങ്കിൽ നടുവിലുള്ള പദം നമുക്ക് കിട്ടും അല്ലേ. കൂട്ടിക്കിട്ടുന്ന തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നടുവിലുള്ള പദത്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 3 ഏറ്റവും കുറഞ്ഞ സാധ്യത. അപ്പം നമ്മൾ ചെക്ക് ചെയ്തതിൽ. സോ നമ്മൾക്ക് രണ്ടാമത്തെ കാര്യം നടക്കുന്നുണ്ടോ നോക്കാം. ഈ കിട്ടിയ ഉത്തരം തുക എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 654. നമുക്ക് നോക്കാം. 654 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 3ന്റെ ഗുണിതമാണോ നോക്കുക. 6ഉം 5ഉം 11ഉം 4ഉം 15 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. സോ 654 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമുക്ക് ഒരു കേസ് കൂടി നോക്കാം. 654നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നടുവിലുള്ള പദത്തിനെ കിട്ടേണ്ടതാണ്. കിട്ടിയാൽ രക്ഷപ്പെട്ടു, ലോട്ടറി. 654നെ 3 കൊണ്ട് ഹരിച്ചാൽ 6ൽ 2 3കൾ, 5ൽ 1 3, 24ൽ 8 3. ഇപ്പം തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളിൽ നടുവിലുള്ള ആൾ 218 എന്നാണ് വരുന്നത്. എങ്കിൽ തൊട്ട് മുൻപ് 217ഉം അടുത്തത് 219 ആയിരിക്കും അല്ലേ. നമുക്കൊന്ന് കൂട്ടി നോക്കാടാ. 217, 218, 219. ഞാൻ ഈ ആലോചിച്ച വഴി നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. യൂട്യൂബ് ആയതുകൊണ്ട് അതിനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. എടാ, ഇത് 3 കൂടി കൂട്ടി നോക്കാം. 7ഉം 8ഉം 15, 15ഉം 9ഉം 24, 4 ശിഷ്ടം 2, 2ഉം 3ഉം 5 കിട്ടി. 2ഉം 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 3 2കൾ 6 കിട്ടിയേ 654. അപ്പോൾ മിനിമം എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക 654 കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 3. യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 100 വരെയുള്ള ഒറ്റ സംഖ്യകളായ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ലോജിക്കലി തിങ്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ട ഒരു ചോദ്യമാണ്. എങ്ങനെ ആലോചിക്കും മക്കളെ? 100 വരെയുള്ള അഭാജ്യ സംഖ്യകളെല്ലാം എഴുതി അതിനെല്ലാം പാടെ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിച്ച് അതിൻ്റെ അവസാനം കിടക്കുന്ന അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള സമയം നമുക്ക് എക്സാം ഹാളിൽ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഒറ്റ സംഖ്യകളായിട്ടുള്ള അഭാജ്യ സംഖ്യകൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് രണ്ടിനെ ഒഴിവാക്കാം. രണ്ടിനെ ഒഴിവാക്കിയാൽ ഒന്ന് ചിന്തിച്ചടാ, ആ അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? 5 ഉണ്ട് അല്ലേ. ബാക്കി എത്ര അഭാജ്യ സംഖ്യകളുണ്ടെങ്കിലും അതെല്ലാം ഒറ്റ സംഖ്യകളായിരിക്കും. ഒറ്റ സംഖ്യകളായ ഏതൊരു സംഖ്യേനെയും 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ
അവസാനത്തെ അക്കം എപ്പോഴും എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? നോക്കിക്കേ, 9 ഗുണിക്കണം 5 45 അല്ലേ? 11 ഗുണിക്കണം 5 55 അല്ലേ? 7 ഗുണിക്കണം 5 35. ഒറ്റ സംഖ്യ കൊണ്ടാണ് നമ്മൾ 5നെ ഗുണിക്കുന്നതെങ്കിൽ ഉത്തരത്തിൻ്റെ അവസാനം എപ്പോഴും ആരുണ്ടായിരിക്കും? 5 ഉണ്ടായിരിക്കും. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് അത് 5 ആണ്, 5 മാത്രമാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 23ാമത്തെ ചോദ്യം. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? 800 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിയും 5 പത്രം വായിക്കുന്നുണ്ട്. അതായത് 800 കുട്ടികൾ ആ സ്കൂളിലുണ്ട്. ഓരോ കുട്ടിയും 5 പത്രങ്ങൾ വായിക്കുകയാണ്, 5 പത്രം വായിക്കുകയാണ്. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്, 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട് എങ്കിൽ എത്ര പത്രങ്ങളാണ് അവിടെ വരുത്തുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ആകെ വായനകൾ കണ്ടുപിടിച്ചാൽ മതി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 800 വിദ്യാർത്ഥികൾ ആ സ്കൂളിലുണ്ട്. ആ സ്കൂളിലെ ആകെ വിദ്യാർത്ഥികൾ, ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 800 പേരാണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ കുട്ടിയും 5 പത്രം വീതം വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ അവിടെ നടക്കുന്ന വായന എന്ന് പറയുന്നത് 4000 വായനകളാണ്. ഇത്രയും ക്ലിയർ അല്ലേ? 4000 വായനകൾ നടക്കുന്നു. 800 പേര്, 800-ൽ ഓരോരുത്തരും 5 പത്രം വീതം, അങ്ങനെ 800 ഗുണം 5 4000 വായനകൾ അവിടെ നടക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നു. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ. അപ്പോൾ ഒരു പത്രം 100 വിദ്യാർത്ഥികൾ വായിക്കും. അപ്പോൾ ആകെ വായനയെ ഒരു പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പത്രത്തിലൂടെ കടന്നു പോകുന്ന വായനക്കാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ആകെ വായനയെ ഒരു പത്രത്തിലെ വായനക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പത്രങ്ങളുടെ എണ്ണം കിട്ടും. ഇവിടെ ആകെ 4000 വായനകളാണ്. ആകെ 4000 വായനകൾ അവിടെ നടക്കുന്നുണ്ട് സ്കൂളിൽ. ഒരു പത്രത്തിലൂടെ 100 വായനക്കാരാണ് പോകുന്നത്. സോ 4000-നെ 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് പത്രങ്ങളുടെ എണ്ണം. അത് 40 ആണ്. 40 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, അങ്ങനെ 95 ഫാക്ടോറിയൽ വരെയുള്ളതിൻ്റെ സമ്മ് കണ്ടിട്ട് അതിനെ 15 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യുന്നത്, നമുക്കിവിടെ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 95 ഫാക്ടോറിയൽ വരെ കണ്ടുപിടിച്ച് അതിനെ 15 കൊണ്ട് ഹരിക്കണം. 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ചോദ്യം. മക്കളെ, ശിഷ്ടം ചോദിച്ചാൽ, ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഈ ഹരിക്കുന്ന സംഖ്യയുടെ ഫാക്ടറൈസേഷനിൽ അടുത്ത് കിടക്കുന്ന ആളുകൾ എടുക്കുക. 15ൻ്റെ ഘടകങ്ങളിൽ അടുത്ത് കിടക്കുന്ന ആളുകൾ, പ്രൈം ഫാക്ടേഴ്സ്. 15ൻ്റെ ഘടകങ്ങളിൽ ഏതൊക്കെയാണ്? 1 15ൻ്റെ ഘടകമാണ്, 3 15ൻ്റെ ഘടകമാണ്, 5 15ൻ്റെ ഘടകമാണ്, പിന്നെ 15 15ൻ്റെ ഘടകം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 5 അപ്പോൾ 15 എന്ന് പറയുന്നത് 3 ഗുണിക്കണം 5 1 ഗുണിക്കണം 15 15. പക്ഷെ അവർ ഒരുപാട് അകലെയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ അടുത്ത് കിടക്കുന്ന പ്രൈം ഫാക്ടറുകളെയാണ്. 15 ഒരു പ്രൈം ഫാക്ടർ അല്ല, നമുക്കതിനെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ 3 5 15ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ 3 കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം 3 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ വലിയ 5-ൽ ഉൾപ്പെടുന്ന സംഖ്യയാണ്. 3 എന്ന് പറയുന്നത് 5-നേക്കാൾ ചെറുതാണ്. സോ നമ്മളിവിടെ ഈ കൂട്ടത്തിൽ വലിയ സംഖ്യയാണ് എടുക്കുന്നത്. 15-നെ നമ്മൾ ഘടകങ്ങളാക്കി എഴുതിയാൽ അടുത്തടുത്ത് വരുന്ന പ്രൈം ഫാക്ടറുകൾ നോക്കി അത് 3 5 അതിൽ വലിയ സംഖ്യ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, അത് 5. ഓക്കെ,
ഇത്രയും ക്ലിയർ അല്ലേ? ഈ 5 കൊണ്ടൊരു സംഖ്യേനെ ഹരിച്ചാൽ, ഏതൊരു സംഖ്യേനെയും 5 കൊണ്ട് ഹരിച്ചാൽ അതിൽ ശിഷ്ടം വരാനുള്ള സാധ്യത ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. ഇത്രയാണ് ശിഷ്ടം. ഏതൊരു സംഖ്യേനെയും 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി വരുന്നത് ഒന്നുകിൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 4. ഇങ്ങനെ 5 ശിഷ്ടങ്ങളാണ് വരിക മക്കളെ. അപ്പോൾ 15 കൊണ്ട് ഹരിക്കുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 5 കൊണ്ടും ഹരിക്കാം അല്ലേ? എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഹരിക്കാം. ശിഷ്ടം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ആണ് ശിഷ്ടമായി വരിക. അതിനേക്കാൾ വലിയ ഒരു ശിഷ്ടം നമുക്ക് 15 കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടില്ല, 5 കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടില്ല. കാരണം ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? ഏതൊരു സംഖ്യനും 15 കൊണ്ട് ഹരിച്ചാൽ 5-നേക്കാൾ വലിയ ശിഷ്ടം പോവില്ല. 5-നേക്കാൾ വലിയ ശിഷ്ടം പോവില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 14 ഒരിക്കലും ശിഷ്ടമായി വരില്ല. ഓപ്ഷൻ ബി അല്ല ഉത്തരം. 0, 1, 3 ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിനി അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ എല്ലാം ഫാക്ടറൈസേഷൻ എടുക്കും. 0-ൻ്റെ ഫാക്ടറൈസേഷൻ 0 ഫാക്ടോറിയൽ. ഓക്കെ, അത് 0 തന്നെയാണല്ലോ. 0 വരെയുള്ള ആളുകളെ ഗുണിച്ചാൽ 0 തന്നെയാണല്ലോ. ഓക്കെ, 1-ൻ്റെ ഫാക്ടോറിയൽ അത് 1 ആണ്. 2-ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഗുണിക്കണം 2. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഗുണിക്കണം 2 ഗുണിക്കണം 3. 4-ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഗുണം 2 ഗുണം 3 ഗുണം 4. ഓക്കെ, ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1, 2, 6, 4, 3, 12 × 2 24. ഓക്കെ, അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു. അത് തമ്മിൽ കൂട്ടുന്നു. തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ ഈ വലിയ ഘടകമായ 15 മാറ്റി നിർത്തിയാൽ പിന്നീട് വരുന്ന വലിയ ഘടകമായ 5 കൊണ്ട് ഹരിക്കുന്നു, ശിഷ്ടമെടുക്കുന്നു. കൂട്ടിയാൽ നമുക്ക് കിട്ടും 24, 6, 30 30, 2, 32, 32, 1 കിട്ടുന്ന ഉത്തരം 33. 33-നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയോ അതാണ് ഉത്തരം. 33-നെ 5 കൊണ്ട് ഹരിച്ചാൽ 6 5കൾ ചേർന്നാൽ 30 കിട്ടും. ശിഷ്ടമായി വരുന്നത് 3. സോ നമ്മുടെ ശിഷ്ടം, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 3 ആണ്. ഓപ്ഷൻ എ ആണ്. മക്കളെ, ഈ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം. 2 3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാകും. വീണ്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഓരോ ടൈപ്പും പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കാം, വൃത്തിയിൽ പഠിക്കാം. അങ്ങനെ അവസാനത്തെ ചോദ്യം മക്കളെ, അവസാനത്തെ ചോദ്യം എങ്ങനെയാണ്? 2 സംഖ്യകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട്. അത് 1365 വലിയ സംഖ്യയെ, ഈ 2 സംഖ്യകളിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 6 ഘടകമായും 15 ശിഷ്ടമായും കിട്ടി. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതൊന്ന് ആലോചിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. കൺസെപ്റ്റുകളൊന്ന് മനസ്സിലാക്കിയാൽ മതി. 2 സംഖ്യകളുണ്ട്. അതിലൊരു സംഖ്യ വലുതും ഒരു സംഖ്യ ചെറുതുമാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ, അല്ലെങ്കിൽ ആ 2 സംഖ്യകളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 1365. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 6 ഘടകമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹരണഫലം 6 ആണ് എന്നാണ്. 6 ഘടകമായി. ഓക്കെ, പിന്നെ എന്തും കൂടി വന്നു? ശിഷ്ടമായിട്ട് 15 കൂടി കിട്ടി. എങ്കിൽ വലിയ സംഖ്യ ഏതായിരിക്കും? വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യേനെ 6 കൊണ്ട് ഗുണിച്ച് ശിഷ്ടമായ 15 കൂട്ടുന്നതല്ലേ അല്ലേ? വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച്, ഘടകമായ 6 കൊണ്ട് ഗുണിച്ച് ശിഷ്ടമായ 15 കൂട്ടുന്നതല്ലേ? ഇത്രയും സെറ്റാണോ അല്ലേ? ഇത്രയും സെറ്റാണെങ്കിൽ ഞാനിനി വലുത് ചെറുതൊന്നും എഴുതി കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാനിവിടെ ചെറിയ സംഖ്യയാണ് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ചെറിയ സംഖ്യ എക്സ്. ഓക്കെ,
എങ്കിൽ ഒന്നുകൂടി ഞാൻ അവിടെ എഴുതാം. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കും? എക്സിൻ്റെ 6 മടങ്ങ് അല്ലേ? 6x + 15 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ വ്യത്യാസം 6x + 15 എന്ന് പറയുന്ന വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയായ എക്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് 1365. ഇതാണ് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തത്. ഇനി എന്ത് ചെയ്യണോടാ? ഇവിടെ ഒരു 6x ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ? 6xൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി 5xകൾ കിട്ടും. 5xകൾ കിട്ടും. 6xൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ ബാക്കി 5x + 15 എന്ന് പറയുന്നത് 1365. അങ്ങനെയാണെങ്കിൽ 5xകൾ എത്രയാടാ? ഈ +15 നമ്മൾ അപ്പുറത്തേക്ക് തൂക്കും. അപ്പുറത്തേക്ക് തൂക്കിയാൽ അവിടെ ഓൾറെഡി 1365 ഉണ്ട്. +15 അപ്പുറത്തേക്ക് പോകുമ്പോൾ -15. അപ്പോൾ നമുക്ക് കിട്ടും 5x എന്ന് പറയുന്നത് 1350 ആണ്. 1365 നിന്ന് 15 കുറച്ചാൽ കിട്ടുന്നത് 1350 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാലോ. എക്സിനെ കണ്ടുപിടിക്കാലോ. എക്സ് ആണ് ചെറിയ സംഖ്യ, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1350നെ 5 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ്. 1350 ഹരിക്കണം 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. 13ൽ 2 അഞ്ചുകൾ, 35ൽ 7 അഞ്ചുകൾ, 0. 270 നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. ഹരിക്കേണ്ട സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഇവിടെ 1350 ആണ്. 1350ൻ്റെ ഇരട്ടി 1000ൻ്റെ ഇരട്ടി 2000, 350ൻ്റെ ഇരട്ടി 350ൻ്റെ ഇരട്ടി 700. അപ്പോൾ 1350ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 2700. ഒരു സ്ഥാനം അവസാനത്തെ സ്ഥാനത്തിന് മുൻപായിട്ട്, അവസാനത്തെ ഡിജിറ്റിന് മുൻപായിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ 5 കൊണ്ട് ഹരിച്ചെടുക്കാം. സോ നമ്മുടെ ഉത്തരം 270. ഏതൊരു സംഖ്യനും 5 കൊണ്ട് ഹരിക്കാൻ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് 350/5 എത്രയായിരിക്കും? 350ൻ്റെ ഇരട്ടി 700. അവസാനത്തെ ഡിജിറ്റിന് തൊട്ട് മുൻപായിട്ടൊരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 70 നമ്മുടെ ഉത്തരം. 123/5 ചോദിച്ചാൽ 123ൻ്റെ ഇരട്ടി 246. അവസാനത്തെ ഡിജിറ്റിന് മുൻപായിട്ട് നമ്മളൊരു പോയിന്റ്, ഒരു ഡെസിമൽ പോയിന്റ് ചേർക്കുന്നു. അവസാനത്തെ ഡിജിറ്റ് ഇവിടെ 6, തൊട്ട് മുൻപ് ഒരു പോയിന്റ് ഇട്ടാൽ 24.6. അതായിരിക്കും ഉത്തരം. ഓക്കെ. അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങൾ 2022 ചോദിച്ചിട്ടുള്ള 10th ലെവൽ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള 25 ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലേലിസ്റ്റുള്ള വീഡിയോസ് മൊത്തം. മക്കളെ, നിങ്ങളെല്ലാവരും ഇത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് 2023 ചോദ്യങ്ങളുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ താങ്ക് യു.